അടുത്ത കയ്യും കാലും വെട്ടി നുറുക്കികളെ പള്ളി നീ അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. എങ്ങോട്ട് നോക്കാൻ? അങ്ങോട്ട് നോക്ക്. നീ പോയ അന്ന് മുതൽ രാവും പകലുമില്ലാതെ ഈ തെണ്ടികളെ കൊണ്ട് ഉഴുതു മറിച്ചിട്ടതാ ഈ കാണുന്ന നിലം മുഴുവൻ. കണ്ടോ, ദാഹിച്ചു തൊണ്ട് വരളുമ്പോ എനിക്ക് കുടിക്കാൻ തന്നത് ആ കലക്കി വെച്ച പിന്നാക്കിന്റെ വെള്ള. നീ വരാൻ കുറച്ചുകൂടി താമസിച്ചിരുന്നേ ആ പുല്ലു എന്നെ കൊണ്ട് തീറ്റിക്കായിരുന്നു. നീ അവിടെ പോയി മുങ്ങിയടാ പള്ളി. ഞാൻ എങ്ങോട്ട് മുങ്ങിയതല്ലേ, എനിക്ക് മുങ്ങിയതല്ലേ. പാടം മുഴുവൻ പൊന്നു വിളയിക്കാന്ന് പറഞ്ഞ് എന്റെ മാമനെയും നാട്ടുകാരെയും പറഞ്ഞു പറ്റിച്ച തന്തയില്ലാത്തവനല്ലടാ. തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ കുറെ ആയി ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ പൊന്ന് വിളയിക്കോ വിളയിക്കാതിരിക്കോ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അത് ചോദിക്കാൻ നീയല്ലേ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരേ, നാട്ടുകൂട്ടത്തിൽ കാണിച്ചു തരേ. നാട്ടുകൂട്ടും ആട്ടും കാട്ടും ചവയ്ക്കണത് ഇന്നലത്തെ പിണ്ണാക്കിന്റെ ബാക്കിയാ. സാധാരണ നിയമങ്ങൾ വെറും 10 രൂപ. 2 വീലറിൽ പോകുമ്പോൾ കുട പിടിക്കാമോ? ബസ്സിൽ വെച്ച് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ ബസ് നിർത്താൻ ആവശ്യപ്പെടാമോ? ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ആദ്യ ജനനം മുതൽ അവസാനത്തെ മരണം വരെ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി നിയമങ്ങൾ. വെറും 10 രൂപ. വാങ്ങിക്കൂ, വായിക്കൂ. അതെ 10 രൂപ. 10 രൂപ ആർക്കാ വേണ്ടത്? 10 രൂപ. അയ്യോ, ഇതാര്? വക്കാലത്ത് നാരായണകുട്ടി സാറോ? സാറിനെത്തിനാ സാറേ ഈ പുസ്തകം? കൊല്ലം നടത്തിയ സൂചി വിൽക്കോ സാറേ? ഭരണഘടന മുതൽ ട്രാഫിക് നിയമം വരെ സാറിന് ബൈഹാട്ടല്ലേ? ബോബി, ക്യാപ്റ്റൻ ബോബി. സാറേ കത്തി, ലൈറ്റ് പച്ച കത്തി. സാറേ എന്നെ അപ്പുറത്തോട്ടൊന്നാക്കി. ആവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമം. നളിനാക്ഷൻ അല്ല സാറ് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും പോവാണോ അതോ ഈ സിനിമയിലെ ഡമ്മി പോലീസാണോ? എന്താ? ഒന്നുമല്ല സാർ, ഒറിജിനൽ ട്രാഫിക് പോലീസ് തന്നെയാണോ അറിയാൻ വേണ്ടി ചോദിച്ചതാ. താനെന്നെ കളിയാക്കിയതൊന്നും അല്ല സാറേ. ആ ബോർഡിൽ എന്താ എഴുതിയിരിക്കുന്നത്? ബ്രാൻഡി ഷാപ്പെന്നോ മൂത്രപ്പെരാന്നൊന്നും അല്ലല്ലോ. എന്താ സാറേ ബോർഡൊന്ന് വായിക്കണം സാറേ. നോ പാർക്കിംഗ്. സാറിന് അതിന്റെ അർത്ഥം മനസ്സിലായോ? ഇവിടെ വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം. പാവ ഇംഗ്ലീഷ് അറിയത്തില്ല സാറേ. സാറിനെ പഠിപ്പിക്കണ്ട. സാർ ചൂടാവില്ലേ? ഈ കിടക്കണ സാധനം എന്താ? സാൻഡ്രോ. അതെന്താ ഒരു വാഹനല്ലേ? കേസ് ചാർജ് ചെയ്യണം സാറേ. സാറിന്റെ മൂക്കിന്റെ താഴെ ഇങ്ങനെ ഒരു തോന്നിവാസം നടക്കുമ്പോ നോക്കിയേക്ക. കൺട്രോൾ റൂമിലേക്ക് വിളിക്കണം സാർ. എന്നിട്ട് ആ ക്ലാപ്പ് കൊടുക്കുന്നത് പൊക്കിയെടുത്തോണ്ട് പോകാൻ പറയണം. കഷ്ടം. ഒരു നിയമപാലകന്റെ കൺമുമ്പിൽ വെച്ച് നിയമം ലംഘിക്കപ്പെടുന്നു. നമ്മുടെ നാടിന്റെ ശാപം. വില 10 രൂപ. നാട്ടുകാരുടെ വിവരക്കേട് അധികാരികൾ ഉണ്ടാക്കുന്ന ഗതികേടാ. ഇത് ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട സാറേ. നോക്കി നിൽക്കാതെ ഇത് പൊക്കിയെടുത്തോണ്ട് പോണം സാറേ. സാർ ആർക്കിട്ടെ സലാം വെക്കുന്നത്? സാർ DGPയുടെ മോളാ. എങ്ങനെ DGP കുര്യൻ സാറിന്റെ മോളാ. എങ്കിലും വിവരം സാറൊന്ന് നേരത്തെ പറയണ്ടേ? സോറിട്ടോ, ആളെ മനസ്സിലായില്ല. നോ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തതിനെ ചൊല്ലി ഞാനും മൂപ്പരും തമ്മിൽ ഒരു കശപശ നടക്കുകയായിരുന്നു. മൂപ്പരുടെ കാല് കൂട്ടിയിരിക്കുന്നത് കണ്ടാ തിരിഞ്ഞു നോക്കിയത്. നോക്കിയപ്പോ മഹാറാണി. തമ്പുരാട്ടി തിരുവിതാംകൂർ കോലത്തുനിന്നാണോ തൃപ്പൂണിത്തുറ പാലസ്താണോ അതോ നിലമ്പൂർ കൊട്ടാരത്തിനാണോ? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാ. ഓ വേണ്ട സാറേ. DGPയുടെ മോൾക്കുന്ന നിയമം വേറെയാണോ സാറേ? കേസ് ചാർജ് ചെയ്ത് വണ്ടി പിടിച്ചെടുത്ത പെണ്ണിനെ തൂക്കി അകത്തണം സാറേ. ഞാൻ എന്ത് ചെയ്യാനാണ് സാർ? DGPയുടെ മോൾക്കെതിരെ കേസ് ചാർജ് ചെയ്താൽ സാറിന് അട്ടപ്പാടിലേക്ക് സ്ഥലം മാറ്റി. ഇനിയിപ്പോ സാർ അങ്ങനെ ചെയ്തില്ല വെച്ചാൽ സാറിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. ഏത് വേണം സാർ എന്നെ തീരുമാനിച്ചു. സാർ ഇതൊന്ന് വായിച്ച് പഠിക്കും. ഇടിക്കും സാർ. ഒരു മിനിറ്റ്. എല്ലാ പാർട്ടി ഒരുമിച്ചാണല്ലോ. ഇന്ന് എന്തിനെതിരെ സമരം? മദ്യത്തിനെതിരെ. വൈകുന്നേരം വരെ തൊള്ള പറഞ്ഞാൽ എന്നാ കിട്ടും? ഊറടിക്കാനുള്ള ചിക്കലി. ഒന്ന് മാറി നമ്പർ അങ്ങോട്ട് പൊക്കട്ടെ. ഒരു ഡീസൻസിക്ക് വേണ്ടേ? എന്താ പ്രശ്നം? കുടി ഇറക്കണോ കുടി പാർപ്പിക്കണോ? എന്തിനാ അപ്പൂട്ടനില്ല ഇവിടെ? അപ്പൂട്ടാ, ശങ്കരൻ എന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മേടിച്ചിട്ടേ മുങ്ങി നടക്കുക. എന്നെ നടത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇന്നാ പിടികിട്ടിയത്. എനിക്ക് എന്റെ കാശ് കിട്ടണം അപ്പൂട്ടാ. ആഹാ, കടം മേടിച്ചിട്ട് ഒളിച്ചു കളിക്ക്. അത് ശരിയാവില്ലോ, നെറികേടല്ലേ? എന്താ ഈ നാട്ടിൽ ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചോ?
അവിടെ അച്ഛൻ നിൽക്ക്, അപ്പൂട്ടൻ പരിഹാരം ഉണ്ടാക്കാം. ശങ്കരേട്ടാ വാതിൽ തുറക്ക്. അപ്പൂട്ടനാ അപ്പുട്ടനകത്ത് കയറിയിരിക്കണേ. മക്കളെ എന്നിവിടെ എന്ത് നടക്കാം കാണാം. ഹെൽപ്പുള്ളവര് മാത്രം ഇവിടെ നിന്നാ മതി. ഇന്ന് കാശ് കൊടുത്തില്ലെങ്കിൽ ശങ്കരൻ സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കൺമദീനായി ശങ്കരേട്ടൻ തനിയെ പോകുന്നു. பாட்டு பாடவா, பாட்டு கேட்கவா, பாடம் சொல்லவா, பறந்து செல்லவா. ചേച്ചി ആ തമിഴ്മാരുടെ കുഴി കാണണമെങ്കിൽ വാ. ഹായ് വേഗം ഈ പിള്ളേര് എങ്ങോട്ടാ ഓടുന്നത്? എങ്ങോട്ടാടി ഇത്ര ധൃതിയിൽ? ആ തമിഴ് കെട്ടുകരന്ന് കുളിക്കുന്നു. ഞാനൊന്ന് കാണട്ടെ. നിക്കടി അവിടെ. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായി ഞാൻ കുളിക്കണത് ഒളിഞ്ഞെങ്കിലും നീയൊന്ന് നോക്കിയിട്ടുണ്ടോ? അയ്യോ വല്യച്ഛ, ഇത് അങ്ങനെയല്ല. എങ്ങനെയല്ല? തുണി ഒട്ടുമില്ല. അതെയോ? വല്യം അപ്പുറത്ത് തന്നെ വെക്കോ, ഇവിടെ ഫുള്ളാ. ஏரிக்கரையின் மேலே போறவளே பெண்மையிலே நில்லு கொஞ்சம் நானும் வரேன் போகலாமே பெண்மையிலே. ഹായ്. എന്തിനാ? வாங்கடி എണ്ണം പോലെ നടൈ നടந்து கொஞ்சம் வெள்ளம் கோரி ஊத்து. അയ്യേ. என்ன ஐயே போடி. நீ என்ன பாக்குற? முத தேய்ச்சு விடு. എനിക്ക് വയ്യ. எனக்கு இங்கே என்ன இந்த குடி தேய்ச்சு விடு. തമിഴ് വർഗീയ അലവലാദികളാ. ഓയ് എല്ലാരും അപ്പടി ഇല്ല. ഇവ മട്ടുന്ന പൊറുക്കി നന്നായിട്ട് തേക്ക്. വെള്ളം കാണാത്ത നാട്ടിൽ കിടന്നതാ. എന്താ എന്താ എല്ലാരും ഒരു ഓട്ടവും ബഹളവും? ആ വൃത്തികേട് കണ്ടില്ലേ? എവിടെ? അയ്യേ. എന്താ അയ്യേ? കുളിയാ? കുളിക്കുന്ന വൃത്തിയാടാന്നോ? അടിവസ്ത്രം മാത്രമേ ഉള്ളൂ. എന്റെ കുട്ടികളാ കുളിപ്പിക്കുന്നത്. ചെല്ലടാ ചെന്നവന്റെ ചെപ്പക്കുറ്റിക്ക് കണ്ടു കൂടെ. തമിഴെന്നും പറഞ്ഞിട്ടാ ഞങ്ങൾ പോട്ടെ എന്നാ ഞങ്ങൾ ஏன்பா முண்டை பிடிக்கிறீங்க? അതെ കണ്ണേ, ഇതൊന്നും ഇവിടെ പാടില്ല. ஏன் இங்க யாரும் குளிக்க மாட்டீங்களா? അണ്ടർവെയറിട്ടോണ്ട് കുളിക്കില്ല. ஓ அப்படின்னா இது ஊறணுமா? അയ്യേ. കണ്ണയ്യ എല്ലാവരും കാണുന്നു. എന്താ കാണുന്നു? എന്തോ നടി നോക്കിയിരിക്കുന്നത്. കയറി പൊടിയാത്തേക്ക്. കുറച്ച് കാണാം. ஏன்பா கலாட்டா பண்றீங்க? எங்க கிராமத்துல இப்படிதான் ஆம்பளைங்க குளிப்போம். வீட்டுல இருக்கிற பொம்பளை பிள்ளைங்க வந்து முதுக தேய்ப்பாங்க. இதுல என்ன தப்பு? അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ കുളിച്ചാലേ ആമ്പിള്ളേര് കുനിച്ചു നിർത്തി മുതുകത്തിട്ട് ഇടിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഈ കുളി ഷക്കീല പടത്തിലേ കാണും. நான் இன்னும் குளிச்சு முடியல. ഇനിയുള്ള കുളി ബാത്റൂമിനകത്ത്. ഇപ്പൊ തന്നെ അത് കുളമായി. அப்படியா? குளம் இருக்கா? எங்க? குளம் இல்ல, ഈ കുളം. ഇനി കുളത്തിൽ കുളിക്കാത്ത കുഴപ്പമില്ല. നാട്ടുകാരെ കൂടി കാണിക്കാം. ഏയ് കുട്ടു വിടറാ ഡേയ്. എത്തി. എന്റെ ദൈവമേ, ഓ ഇങ്ങനെ പോയാ സമയം ഒരുപാട് എടുക്കും. ഇതിലേ നിരങ്ങ. സാർ, മുകളിലത്തെ പണി തീർന്നോ സാർ? താഴത്തെ പണിയും തീർന്നു. അത് കണ്ണ് തള്ളിയിരിക്കണ അറിയാ. പിടിച്ചോ. നാളെ സത്യപ്രതിജ്ഞ കഴിയുന്നവരെ ഈ വഴിയുള്ള ട്രാഫിക് ബ്ലോക്ക് ചെയ്യണം. സർ, ജനജീവിതം സ്തംഭിപ്പിക്കരുതെന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. You can say it like that. I don't mind. The whole area must be under the control of police. മനസ്സിലായല്ലോ? സംശയകരമായി ആരെ കണ്ടാലും വെടിവെക്കാം സാർ. No. വെടി വെക്കില്ല സാർ. What? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ സാർ? സാർ പറയണം. Stop it. Dog squad എത്തിയില്ലേ? പട്ടിയെത്തി. അർജുൻ, എന്താടോ? അവർത്തി ചവിട്ടിയപ്പോ ഷൂസിന്റെ ആണി കാലേ കയറി സാർ.
ഒരു സീനിയർ ഓഫീസറെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ മൂലംകുഴിയിൽ പ്രഭാകരൻ എന്താ ഒരു പ്രന്യാസം? പലതവണയായി താൻ ഇത് ആവർത്തിക്കുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നു. മരുമോന്റെ മുമ്പിൽ സല്യൂട്ട് ചെയ്യാൻ അമ്മായി അച്ഛന് ചമ്മല. ഡ്യൂട്ടിക്കിടയിൽ എനിക്ക് ആ ബന്ധമില്ല. അല്ലാത്തപ്പോഴും കമോൺ സല്യൂട്ട് മീ. ബെൽറ്റ് മുറുകെ പിടിച്ചോളൂ. സാർ ഇവനെ തിരിച്ച് സല്യൂട്ട് ചെയ്യാത്തോണ്ടാ. സാറിനേക്കാൾ റാങ്ക് ഇവനാ. സർക്കിളാ. ഒന്ന് സല്യൂട്ട് ചെയ്തു. സെർച്ചിന് റെഡിയല്ലേ? സർ. പട്ടിയുടെ കേരളത്തിൽ ഒരുപാട് ഞെളിയാതെ സർക്കിളിനെ വിളിച്ചോണ്ട് വാടോ. ഇപ്പൊ കടിച്ചു പറിച്ചേനെ. എന്റെ മോള് വിധവയാവില്ലോ എന്ന് വിചാരിച്ചാ, അല്ലെങ്കിൽ എന്നെ അവനെ ബോംബെറിഞ്ഞ് കൊന്നേനെ. ചതിച്ച ബോംബെണ്ടെന്നാ തോന്നണ. അയ്യോ അജ്ഞാത ഭീകരൻ. ഓടരുത്. ഓടത്തില്ല. വെടിവെക്കരുത്. വന്ദേ മാതരം, വന്ദേ ആരേട്ടാ മോള് വിധവയാവുന്ന തോന്നുന്നു. വന്ദേ മാതരം. പീതാംബരൻ സാറേ ഇവര് പ്രാന്താണ്. ഉണ്ടകളൊന്നും കൊണ്ടില്ലേ? പിടിക്കവനെ. എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. നല്ല വണ്ടി കൊടുക്കരുതാ. വാങ്ങണമെന്റെ പനി തീരും. മതി ഡയലോഗ്. എൽദോ എത്തോ ഉന്തോ ഇനി ഉന്താൻ വയ്യ. എന്ത് ചെയ്യും? ആട്ടോ പിടിക്കട. ഈ മൂന്നക്ഷരോട് നമ്മളെ കുടിപ്പിച്ച് പരുവത്തിലാക്കണ കോത്താഴത്താ ബാറ് എന്ത് പോകരുതിനോടാ കാണിക്കുന്നത്? എന്റെ കൂടെ വരുമ്പോ ഡീസന്റ് ആയിരിക്കണം. അക്ഷരങ്ങൾ വഴിയുടെ നമ്മള് വെച്ചേക്കാം. ഡീസന്റിന് കുറവൊന്നുമില്ല. കാണേത്തള്ളു. എടാ വെറ്റ തള്ള വയസ്സായെന്ന് വെച്ചാരെങ്കിലും കാനായി തള്ളൂടാ. ഇതെന്റെ പരമ്പരാഗത സ്വത്താടാ തെണ്ടി. എനിക്ക് ഇവിടെ ലേശം പണിയുണ്ട്. ഞാനിവിടെ ചേട്ടനിക്കൊരു പണിയാകും. നീ ഇവിടെ നീ എനിക്കും ഒരു പണിയാകും. പോടാ. അപ്പൊ അല്ലിപ്പൊളി. ഐഡിയ. അജി അജി ടീച്ചറേ ഇവിടെ ആരില്ലേ? സെറ്റപ്പേട്ടനോ? ടീച്ചർ അനിതയ്ക്ക് അമ്മാന്റെ വീട്ടിൽ പോയിരിക്കുക. അനിതയ്ക്ക് സ്വർണം വാങ്ങാനുള്ള സമയമായല്ലോ. ഞാൻ പറഞ്ഞു എനിക്കൊരു 100 പവൻ മതിന്ന്. നിനക്കിതാ ക്വിന്റല് കണക്കിന് സ്വർണം കൈകാര്യം ചെയ്യുന്നവരുടെ സിൽക്ക് ചുരിദാർ. അയ്യോ സെറ്റപ്പേട്ടാ പാടട്ടെ. സാറേ സാറേ സെറ്റപ്പേ സിൽക്കിന്റെ ചുരിദാർ ഇട്ടല്ലോ. പറയൂ പറയൂ സെറ്റപ്പേ എന്നാണ് എന്റെ കല്യാണം. ലാലാ 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 ഉമ്മ. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. ഈശ്വര അത് അഴിച്ചു മാറ്റേ. അഴിച്ചു മാറ്റാനോ? എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ പോയി കണ്ണാടി നോക്കട്ടെ ട്ടാ. നല്ല സിൽക്കിന്റെ ചുരിദാറ്. എന്റെ പാറമേക്കാവ് ഭഗവതി ഇപ്പൊ അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റ്. പിന്നെ അഴിച്ചു മാറ്റാൻ പറ്റൂല.
എടി പറയുന്ന അനുസരിക്ക് അത് അഴിച്ചു മാറ്റ്. ഞാൻ ടീച്ചറോട് പറയും. ശ്ശോ, ഈശ്വര, ടീച്ചർ എങ്ങാനും വന്ന ഇനി ഇവിടെ ഒന്നും ശരിയാവൂല. സ്ഥലം വിടാം. നിർത്തടോ. സെറ്റപ്പേട്ടൻ പോയില്ലായിരിക്കോ? ആരാ? ഞാനാ. അന്ന് വന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചില്ലല്ലോ. എനിക്ക് ആളെ ഇഷ്ടപ്പെട്ടു. ഞാൻ നേരിട്ട് വന്ന എന്തിനാണെന്ന് അറിയാമോ? അന്ന് എനിക്ക് 2 ആഴ്ചത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറഞ്ഞു തുടങ്ങി. വേഗം കല്യാണം നടത്തിയാലേ ശരിയാവും. എന്റെ അച്ഛനൊരു ആക്രാന്തിയാ കാശിനെ. പക്ഷെ കിട്ടുന്ന ഞാനല്ലേ. എനിക്കാണെങ്കി കാശിന് ആക്രാന്ത ഇല്ല. പേരെന്താ? സുരേഷ്. പിന്നെ സ്നേഹമുള്ളവരെന്നെ സുരേഷ് എന്ന് വിളിക്കും. പക്ഷെ ഞാൻ സുരേഷ് എന്നെ വിളിക്കൂ. ഇതിന്റെ പേരെന്താ? ഷീല. ഷീല. ഷക്കീലായിട്ട് നല്ല സാമ്യമുണ്ട്. ഞാൻ ഷക്കീല എന്നേ വിളിക്കൂ. ഞാൻ വാതില് തുറക്കാം. താങ്ക് യു. അതിലേ കയറി വാന്നേ. ഇവിടെ വേറെ ആരുമില്ല. ഞാൻ ഫാൻ ഇടാവേ. ഈശ്വര, എന്താ ഇത്? എന്തൊരു പാഷൻ! ഇപ്പൊ എഴുതി വെച്ചു തുടങ്ങിയ ഷക്കീല പോലും ഇങ്ങനെ എഴുതി വെക്കൂല. ഇതെങ്ങനെയുണ്ട്? ഈശ്വര, ഇതെവിടെയാ ഞാൻ വന്ന് പെട്ടിരിക്കുന്നത്? സംശയിക്കണ്ട, നല്ല ഒന്നാന്തരം ഒരു പാട്ടുകാരുടെ മുന്നിലാ. പാടല്ലേ? പാടാന്നേ ഒരു പാട്ട്. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? തുടങ്ങിയിട്ടില്ലല്ലോ, തുടങ്ങാൻ പോണല്ലേ ഉള്ളൂ. സെറ്റപ്പ് രാമേശ്വരൻ, ഞാനൊന്ന് കാണട്ടെ. വെറും 2 ആഴ്ചത്തെ ലീവിന് വന്ന ഞാൻ നിന്നെ കെട്ടിയ ലോങ് ലീവ് ഉറപ്പാ. അപ്പൊ ഇനി വരുന്ന ഉറപ്പാ. ഇതെന്താണെന്ന് അറിയാമോ? എന്താ? ശിവാസ്ത്രീകൾ. ശിവാസ്ത്രീകളോ? അതെന്താ? ലിക്കർ. ഞാൻ നിക്കറിടാറില്ലല്ലോ. അതിന് നിക്കറല്ല, മദ്യം. മദ്യം. കള്ളൻ. സെറ്റപ്പേണ്ണ അറിയോ? ഇത് അകത്താക്കാനുള്ളതാ. ഞാൻ ആർക്കും ഒന്നും കൊടുക്കാറില്ല. 5 പെങ്ങാമാർക്ക് 5 സോപ്പ്, 6 കൂട്ടുകാർക്ക് 6 ബ്ലേഡ്. സെറ്റപ്പേണ്ണ ഇതങ്ങോട്ട് പിടിച്ചേ. ഇതെന്തിനുള്ളതെന്ന് അറിയോ? കുടിക്കാൻ. കുടിച്ചിട്ട് വീലാവും. വീലായിട്ട് കിടന്നുറങ്ങും. ഉറങ്ങിട്ട് എഴുന്നേറ്റ അന്വേഷിക്കും. അതുപോലെ ഇപ്പൊ തന്നെ വേണം. എനിക്ക് 2 ആഴ്ചത്തെ ലീവുള്ള ഞാൻ പറഞ്ഞില്ലേ? നീ അല്ലേടാ പറഞ്ഞ് ഇന്നലെ ഒരെണ്ണത്തിന്റെ സെറ്റപ്പ് ആക്കിയത്. ഇനി എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അയ്യോ, അത് ഉറപ്പിച്ചത് എനിക്കല്ല. അച്ഛൻ കണ്ട അച്ഛൻ ഉറപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ലീവ് തീരാതായി 2 ആഴ്ച ഉണ്ടായിരുന്നു. എന്തിനാടാ 2 ആഴ്ച? 2 ദിവസം പോരെ എനിക്ക്. സ്റ്റാച്യുവിൽ മേപ്പിടി ജംഗ്ഷന്റെ 8 മീറ്റർ വടക്കോട്ട് മാറി ഒരു ട്രാഫിക് സിഗ്നൽ പോസ്റ്റ് ഉണ്ടോ? ഉണ്ട് സാർ. എപ്പോഴാണ് അത് അവിടെ സ്ഥാപിച്ചത്? 1.5 വർഷത്തിലേറെ ഉണ്ടോ? എത്ര മഴ കൊണ്ടു? അല്ല, കഴിഞ്ഞ പോലെ ഏറ്റവും റെക്കോർഡ് അങ്ങോട്ട് ചോദിക്കണ്ട. എന്ത് ബോർഡാണത്? സിഗ്നൽ ബോർഡ്, നോ പാർക്കിംഗ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്? തകരം കൊണ്ട്. മഴ കൊണ്ടാൽ ടയറും തുരുമ്പിടിക്കില്ലേ? തീർച്ചയായും. 3 mm ഗേജുള്ള തകരം കൊണ്ടുണ്ടാക്കിയ ബോർഡ് 2335 mm മഴ കൊണ്ട് തുരുമ്പിച്ചു. തീരപ്രദേശത്ത് ഉപ്പുരസമുള്ള കാറ്റടിക്കുന്ന അന്തരീക്ഷം കൂടിയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി നോട്ട് ചെയ്യണം. നോ പാർക്കിംഗ് ബോർഡ് തുരുമ്പിനാൽ പെയിന്റ് ഇളകി. നോ പാർക്കിംഗ് ബോർഡിൽ കാലക്രമേണ ഇല്ലാതാവുകയും പിന്നീട് ഓ ഇല്ലാതാവുകയും വായിക്കാൻ അറിയാവുന്ന, വായിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ കഴിവുള്ള സൽഗുണ സമ്പന്നയായ നിയമ വിദ്യാർത്ഥിനിയായ കുക്കു കുര്യൻ കൃത്യവിലോപം നടന്നുവെന്ന് ആരോപിക്കുന്ന ദിവസം ട്രാഫിക് ബോർഡ് വായിച്ച് അവിടെ കാർ പാർക്ക് ചെയ്യാമെന്ന് കരുതി പാർക്ക് ചെയ്തു. അതിനിപ്പെന്താ? പോലീസുകാരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ കോടതിയിൽ കയറ്റി നിർത്തി തേജോവധം ചെയ്യുന്നത് ചിലരുടെ ദുസ്വഭാവമാണ്, യുവർ ഓണർ. പ്രതി കുറ്റക്കാരിയല്ലെന്ന് ബോധ്യപ്പെട്ട് വെറുതെ വിടണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. മാത്യു കേറട്ടെ. കുട്ടിക്ക് ഇടവും വലവും തിരിച്ചറിയാം? അറിയാം. സൈൻ ബോർഡ് ഇടത് ഭാഗത്തോ വലത് ഭാഗത്തോ? വലത് ഭാഗത്ത്. അത് സ്റ്റാച്യുവിൽ നിന്നും പാളയത്തേക്ക് പോകുമ്പോ തിരിച്ചു വരുമ്പോ ഏത് ഭാഗത്താ? ഇടത് ഭാഗത്ത്. അപ്പൊ ഇടവും വലവും പോക്ക് എങ്ങോട്ടാണോ അങ്ങനെ ഇരിക്കും. ഇടത് വലതാവും, വലത് ഇടതാവും. ശരിയല്ലേ? അയ്യരേ, ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാ ഇദ്ദേഹം ചോദിക്കുന്നത്. യുവർ ഓണർ, വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവർ ലെഫ്റ്റും റൈറ്റും റോങ് സൈഡും എല്ലാം അറിഞ്ഞിരിക്കണം.
ഇത്തരം ചോദ്യങ്ങൾ പ്രതി ബുദ്ധിയുള്ളവളാണെന്ന് സ്ഥാപിക്കാനാണ്. അല്ല മറിച്ച് പ്രതി മന്ദബുദ്ധിയാണെങ്കിൽ വെറുതെ വിടാമല്ലോ. ഇദ്ദേഹം എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. യു മീൻ ഇൻസൾട്ടിംഗ്? യെസ്. എന്ന് പറഞ്ഞില്ലല്ലോ. മലയാളത്തിന് ട്യൂഷൻ കൊടുക്കണം. മലയാളത്തിൽ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവധി നോ പാർക്കിംഗ് ബോർഡ് പാർക്കിംഗ് എന്ന് വായിച്ചു, അതെ. അല്ലാതെ പാർക്കിംഗ് എന്ന ബോർഡ് അല്ല വായിച്ചത്. ആ ബോർഡിൽ നോ ഇല്ലായിരുന്നു. പകരം കാർ എന്ന് എഴുതി വെച്ചിരുന്നു. കാർ പാർക്കിംഗ് നോ. നോ എന്ന് എഴുതി വെച്ചിരുന്നു അല്ലേ? ഐ മീൻ എന്നോ. നിങ്ങൾ കാർ റോങ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്നപ്പോഴുള്ള സമയത്തല്ല എന്നോ ആ ബോർഡിൽ എന്നോ എന്ന് എഴുതി വെച്ചിരുന്നോ എന്നോ, അതാണ് ചോദ്യം. ഇവൻ എന്നതാ പറഞ്ഞോണ്ടിരിക്കുന്നത്? നോ, ഐ ഡോണ്ട് നോ. എന്നോ. ഹി ഈസ് കൺഫ്യൂസിംഗ് മീ. ഇനി കുറെ കാലം കഴിയുമ്പോ ആ ബോർഡ് തുരുമ്പിച്ച് നോ ഇല്ലാതായതുപോലെ പാർ പോയി കിട്ടിയാൽ ഇങ്ങൊന്ന് വായിക്കൂ. വായിക്കും. അപ്പോൾ നിങ്ങൾ വണ്ടിയുമായി അവിടെ വന്നെന്നിരിക്കട്ടെ, അവിടെ പാർക്ക് ചെയ്യൂ. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ബുദ്ധി ഉരച്ചു നോക്കി സമയം കളയരുത്. ഈ പ്രതിയെ വെറുതെ വിടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പറ്റില്ല. അത് കുക്കു മന്ദബുദ്ധിയാണെന്ന് സ്ഥാപിക്കാനുള്ള പ്രതിഭാഗം വക്കീലിന്റെ അടവാണ്. അതുകൊണ്ട് പ്രതി കുറ്റക്കാരിയാണെന്ന് വിധിച്ചുത്തരവുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രതി ഒരു നിയമ വിദ്യാർത്ഥിനി കൂടിയാണെന്നുള്ളത് കണക്കിലെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വെരി ഗുഡ്. കേസിന്റെ എല്ലാ വാദമുഖങ്ങളും കേട്ട് കോടതി ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നു. പ്രതിയെ കോടതി പിരിയുന്നതുവരെ വെറും തടവിന് വിധിച്ചിരിക്കുന്നു. കോടതി സമയം തീരുന്നത് വരെ അവൾ ഇവിടെ ഇരിക്കണം. തീർന്നു. DGP-യുടെ മോളെ, ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ്, കോടതി നിന്നെ വെറുതെ വിട്ടില്ലല്ലോ. ഏതോ ഒരുത്തൻ ചക്കയിട്ടപ്പോ മുയല് ചത്തെന്ന് കരുതി ഇനിയും അങ്ങനെ സംഭവിക്കണമെന്നില്ല. മേറുടെ മോളെ ഉടനെ ആരെങ്കിലും കൊന്നില്ലെങ്കിൽ പദ്ധതി പാളും. മേടിച്ച കാശും കൊടുക്കണം, ഇടി വാങ്ങിക്കുകയും വേണം. ഇനി ചിന്തിക്കാനൊന്നുമില്ല, രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. എന്താ? മുങ്ങുക. അതെ, ഊട്ടി വരെ ഒന്ന് പോണം. പിടിക്കാവനെ. സ്ഥിരം പരിപാടി. ചേട്ടാ, ഇപ്പൊ ഇവിടെ നിന്ന് പോയ 7200 നമ്പർ കാർ എങ്ങോട്ടാ ഓട്ടം പോയെന്നറിയോ? ഊട്ടിക്ക് ട്രിപ്പ് പോയതാ. അപ്പൊ ഇനി ഗഫൂറിന്റെ കളി ഊട്ടിയിലാണ്. ഏതായാലും മുങ്ങുക. അത് പിന്നെ ഊട്ടിക്ക് തന്നെ ആക്കാം. ഒരു പെട്ടിക്ക് 2 പക്ഷി. അവന്റെ കൊടുക്കത്തിടിയാ നെഞ്ചിന്റെ ഷട്ടർ ഇടിച്ച് കളിക്കി കളഞ്ഞു. അത് പണ്ടേ നാട്ടുകാർ ഇളക്കിയതല്ല. ഓ, പന്തായിരുന്ന ഞാൻ വിചാരിച്ചില്ല അവരായിരിക്കും. കൊച്ചിന്റെ അങ്ങോട്ട് കൊടുത്തേ. വാ, ഇത് അവിടെ ഇരിക്കാം. വിസയ്ക്ക് വേണ്ടി പണയം വെച്ച ആധാരം തിരിച്ചെടുത്തില്ലെങ്കിൽ അച്ഛനും അമ്മയും വഴിയാധാരം. അവര് തരാനുള്ള കാശ് കിട്ടിയിട്ട് നീ ആധാരം തിരിച്ചെടുത്ത് തന്നെ. ഓ, പിന്നെന്ത് ചെയ്യും? 10 പൈസ ഉണ്ടാക്കാനുള്ള വഴി പറഞ്ഞതാ. 10 പൈസ ഉണ്ടാക്കാനുള്ള വഴിയല്ലേ ഇവിടെ ഇരിക്കാം. എന്നിട്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെണ്ടിനെ മനസ്സിൽ ധ്യാനിച്ച് ഇരുന്നകത്തുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, വഴി കൊള്ളാം, നല്ല വഴി. ഒരു ഫോട്ടോ. ഫോട്ടോയാ? അത് തരാ. എന്നാ ഫോട്ടോ. കാണാനില്ല. കാണൂല കപ്പലണ്ടി എന്റെ കയ്യിൽ. അതല്ലേ, കാണാനില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന 3 വയസ്സുള്ള കുട്ടിയെ കാണാനില്ല. കുട്ടിയെ കണ്ടെത്തുന്നവർ താഴെ കാണുന്ന വിലാസത്തിൽ അറിയിക്കുക. വിവരം അറിയിക്കുന്നവർക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം നൽകുന്നതാണ് എന്ന് കേണൽ പണിക്കർ, വൃന്ദാവൻ, ഗാന്ധിനഗർ, ഊട്ടി. എടാ, ഇപ്പൊ ഈ കുട്ടിക്കല്ലേ നീ ബോൾ എടുത്തു കൊടുത്തത്? അതെ. വാ നോക്കാം. ഈശ്വര, 5 ലക്ഷം അങ്ങോട്ട് പോയി. 5 ലക്ഷം. ആ മോളു നിന്റെ അച്ഛൻ. ആ കുട്ടിയല്ലേ ഈ കുട്ടി? ആണോ? ആ, നോക്കട്ടെ. ഈ അങ്ങോട്ട് നോക്കുമ്പോ കറക്റ്റാ. എവിടെ? അല്ലേ? പൊളു പൊട്ടിക്ക്. ഈ ഫോട്ടോയുടെ മുകളിൽ ഇരിക്കുന്ന തെറ്റാണല്ലോ. എന്തെന്ന്? കാണാനില്ലാന്ന്. ഇവിടെ കാണാലോ. ഇങ്ങോട്ട് വന്നേ. ആ, ഇത് തന്നെയാടാ കുട്ടി. എന്താ മോളുടെ പേര്? ടിങ്കുമോൾ. എവിടെയാ മോളുടെ വീട്?
മോളുടെ അമ്മയുടെ പേരെന്താ? സുന്ദരിയാണോ? ആ അമ്മ ഇല്ലെന്ന് വാ. ഇവിടെ നോക്കിയേ, എന്താ മോളുടെ അച്ഛന്റെ പേര്? അപ്പനാ? പപ്പനല്ല, പപ്പാന്ന്. ഓ, പപ്പയുടെ പേരെന്താ? പാ നീ ആ. കാ. ആ പണിക്കര് ശരിയാ. രക്ഷപ്പെട്ടോ. ആര് പണിക്കരാ? പണിക്കരല്ലടാ നമ്മള്. ആ. ഇതാ കൊച്ചു തന്നെയാ. എടാ ഒന്നുകൂടിയൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോരെ. ഓ, ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരുമ്പോഴോ നിങ്ങോട്ട് വന്നേ. മോളെ വഴിയായിരിക്കണേ. വരെ ഇപ്പൊ മായവാ. ഒന്ന് തുമ്മണമെന്നുണ്ടെങ്കിൽ ഈ കുരുമുളക് കൂടി വലിക്കണം. ഹലോ, എന്തായാലും പഴയ കുടിശ്ശിക ഞാൻ കുറച്ചു ദിവസം കഴിഞ്ഞേ തരുള്ളൂ. ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം. പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ ഗോപി വാക്ക് പറഞ്ഞ ഗോപിയാ അല്ല വാക്കാ. ഒരു സെക്കൻഡ്. അതെ, ലോക ബാങ്കിന്റെ MD യുമായി ഞാനൊരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ. അദ്ദേഹം വിളിക്കുക. ഡോളറിന്റെ വെള്ളിയിടിഞ്ഞൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ പിന്നെ വിളിക്ക് പ്ലീസ്. ഇനി ഇതേത് കുരിശാണാവോ? ഹലോ, നിങ്ങൾ വിളിച്ച വരിക്കാരൻ അല്പം തിരക്കിലാണ്. വരുന്നതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ. വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടം തന്ന് സഹായിക്കണം. പക്ഷെ കയ്യിലോ 3 സെൽഫോൺ. എന്നെ പോലെ തന്നെ ഇതുങ്ങളെ അഗതികളാ. ഒന്ന് നമ്പർ നോക്കാൻ. ഇതിലാണെങ്കിൽ ഇൻകമിങ് മാത്രം. ആകെ ഉള്ളത് ഇതാ. ഇതിൽ ഇനി 11 രൂപ 80 പൈസ മാത്രം ബാക്കി. കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല, പക്ഷെ ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ലോക ബാങ്കിന് വില പറയും. നേര് പറഞ്ഞാൽ ഒരു 10-25 ലക്ഷം രൂപ കടം ഉണ്ടെങ്കിലേ ജീവിക്കാൻ ഒരു ത്രില്ലുള്ളടാ. അച്ഛന്റെ അന്ത്യശ്വാസ. ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ. അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട്. ഈ കോള് കുഴപ്പമാണ് അച്ഛാ. വീണ്ടും അച്ഛൻ വിളിക്കും. ശൂലം കുത്തി. ഹലോ ഗോപി സാറാ. സോറി, ഞാനിപ്പോ തലത്തില്ലല്ലോ. എവിടെയാ? ഞാനിപ്പോ ആഗ്രഹില്ല. ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ. നല്ല ക്ലിയർ ഉണ്ടല്ലോ. താജ്മഹലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായതുകൊണ്ട് ഭയങ്കര റേഞ്ചാ. ചെവിട് പൊട്ടിപ്പോണ്. ആട്ടെ, നിങ്ങളിപ്പോ എവിടെയാ? ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട്. ഗേറ്റിലോ? ഇതിനെന്താ വൈബ്രേറ്റർ വെച്ചേക്കണോ? എന്റെ അമ്മേ. ആരാത്? ഡീഫോൾട്ട് അക്കൗണ്ടിന്റെ കളക്ഷൻ ഏജൻസാ. തേടി പിടിച്ച് ലോൺ എടുക്കും, ഓടിച്ചിട്ട് വാങ്ങിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞ ഗുണ്ടകൾ. കയ്യെ കിട്ടിയ ഏതെങ്കിലും ഭക്തി സീരിയലുകാർക്ക് മറിച്ചു വെക്കൂടാ പട്ടി. അതിന് കയ്യെ കിട്ടിയിട്ട് വേണ്ടടാ. കിട്ടുമോ നോക്കണ്ട. ഏത് കൈലാസ്യമേ ഓടിച്ചാലും നിന്നെ പിടിക്കൂടാ ഗോപി. മര്യാദക്ക് കാശ് തന്നിട്ട് പോടാ. അമ്മേ ഭഗവതി. ഓ കലികാലം. വെളിച്ചപ്പാടും അവരെ ഇന്ന് ലോൺ എടുത്തിട്ടുണ്ടോ? നിക്കടാ. ഓടിയാൽ ഓടിച്ചിട്ട് പിടിക്കും. ഓടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ? ഈ ആൽമരത്തിന്റെ ചുറ്റി എവിടെയെങ്കിലും ഓടിക്കാം. നല്ലൊരു പൊത്ത് കിട്ടി. അച്ഛന്റെ അന്ത്യശ്വാസം വലിക്കാൻ കണ്ട നേരം. ഇതെന്താ തട്ടുകടയാണോ? മുട്ടയിരിക്കുന്നു. ശരിക്കും ആരാ ചൂച്ചൂന്ന് മുന്നേ വിളിച്ചത്? ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഒറിജിനലാ? അത് ശരി. ശിവനെ 3 നേരം ഉണ്ടല്ലോ. മുതലും പലിശയും വേണം. മുതലായിട്ടാ ക്യാമറ പോരെ. മുതലാളി എന്തിനാ ജപ്തി ചെയ്തത്? ഈ പന്നിയുടെ മകനെ അവധിയോടെ കൊടുത്തത്. അയ്യോ സാർമാരെ, ഇന്നത്തെ ഷൂട്ട് മുടങ്ങി ആകെ പ്രശ്നവും. ഒരു ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ്. നാളെ കാലത്ത് പലിശ തുക എങ്ങനെയാലും ഞങ്ങൾ അടച്ചോളാം. കൊടുക്കാനാണ് വിശ്വാസം അല്ലെങ്കിൽ ഗ്യാരണ്ടിക്ക് വണ്ടിയുടെ ചാവി കൊടുക്കല്ലേ. കൃത്യം ഫെബ്രുവരി 31. ഓക്കെ നിങ്ങളുടെ ഉറപ്പിൽ ഒരു അവധിയും കൂടി തരാം. അതെ, പരിശീലനത്തിൽ കുടിശ്ശിക 50,000 രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം. വാക്കാണോ? വാക്കല്ലേ? നാളെ രാവിലെ ഞങ്ങൾ എത്തിയിരിക്കും. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ആണോ? അയ്യോ എന്റെ ശൂലം. എങ്ങനെയുണ്ടാ ഞാൻ പാന്റ് എടുത്തിട്ട്? ഓ കൊള്ളാശാനെ. ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ. അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് പൊളിയില്ലായിരുന്നു. ഓ, ഫസ്റ്റ് നൈറ്റിന് എന്ത് പറ്റി? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. തുന്നടാ, സസ്പെൻസ് അറിയാൻ നടക്കും. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. പനമുട്ടാതെ. കൃഷ്ണൻകുട്ടിയെ, ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്ത് പറ്റി? അതിർത്തി തർക്കം. ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ എങ്ങനെയൊക്കെ. അയ്യോ, അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി.
നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു 20 സെന്റ് സ്ഥലം ഇങ്ങനെ അമ്മനെ പറ്റി ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ നിന്ന് എടുത്തേ, അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ, ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത് അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് ഈ 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ വഴി 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 അത് മാറ്റിപ്പോയി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? എന്താ എന്തേത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ കുളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ വീട് വെക്കുന്നത്? കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നത് ഞാൻ ചോദിച്ചാൽ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക് 5 സെന്റ് വഴി ഇത് ചില്ലുവാനും അതൊക്കെ വീട്. എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോകുന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി? എങ്ങനെ വില ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ? എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണ്. അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിംഗ് നടക്കും. മുണ്ട അപ്പ ശരി എന്നാൽ വനജേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിതാ. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഇനി തീരുമാനിക്കാനൊന്നുമില്ല. കടുവാശ്ശേരിയിലെ കേസ് അങ്ങോട്ട് ഉറപ്പിക്കാൻ നല്ലത്. 1ഉം 2ഉം അല്ല, 48ാമത്തെ പെണ്ണ് കാണില്ല. മൂപ്പർക്ക് പെണ്ണ് കിട്ടണമെന്നൊന്നും ഉണ്ടാവില്ല. പെണ്ണും പിടക്കോയും ആയാലേ ഇങ്ങനെ ഒറ്റയാനെപ്പോലെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ അപ്പോട്ട് എന്നും ഇങ്ങനെ നിൽക്കണമെന്നാണോ? എല്ലാരും കൂടെ കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കണം. ഉത്സാഹിക്കാഞ്ഞിട്ടാണോ? 100 കൂട്ടം തടസ്സങ്ങൾ. ഒന്നുകിൽ ജാതകം ചേരില്ല, അല്ലെ പെണ്ണിന് ഇഷ്ടാവൂല. ഇക്കണക്കിന് പോയാ അപ്പൂട്ടിന് ഈ ജന്മത്തൊരു കല്യാണം ഉണ്ടാവില്ല. അത് വിടു കുട്ടപ്പ. ഈ ഓമനക്കുട്ടിനെ എല്ലാരും പാസ്സാക്കി വിട്ടിരിക്കും. എന്താ സംശയമുണ്ടോ? സംശയമുണ്ട്. പെണ്ണിനെ കണ്ടുവന്നിരിക്കുന്ന ഇക്കായ ആയതുകൊണ്ട് അല്പ സംശയമുണ്ട്. ബ്രോക്കർ എത്തിയല്ലോ. മതോട്ടാ, കടുപ്പത്തിലൊരു ചായ. മണി 10 ഇനി അപ്പോട്ടിനെത്തിയില്ലേ? ഇല്ല, ഇപ്പൊ എത്തും. അവന്റെ ഇന്നത്തെ കോളത്ത് രാമൻകുട്ടി കുറെ നാളായി അപ്പൂട്ടന്റെ പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. കൂടെ നടക്കുന്ന മണിയനൊരു പെണ്ണ് വേണ്ടേ? ഉണ്ടല്ലോ. നക്ഷത്രം തൃക്കേട്ട, 5 അടി 3 ഇഞ്ച് പൊക്കം, ചെമ്പകപ്പൂവിന്റെ നിറം, ഒറ്റ മകൾ, 1 കിലോ സ്വർണം, 5 ലക്ഷം രൂപയുടെ സ്വത്ത്. നല്ല യോഗ്യതയുള്ള കുട്ടി. ധൈര്യമായിട്ട് എന്ത് ജോലി ഏൽപ്പിക്കാം. ചുറ്റുപാട് നോട്ടമെത്തും. പെണ്ണിന്റെ 2 കണ്ണും 2 ദിക്കിലേക്കാ. ഒന്ന് തെക്കോട്ടും മറ്റൊന്ന് വടക്കോട്ടും. നിന്റെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞാണോ? മണ്ടായി, എന്റെ അച്ഛൻ കെട്ടാതെ എങ്ങനെ ഞാനുണ്ടാവുക? എന്നാ ഈ പെണ്ണിനും കൂടി നിന്റെ അച്ഛനെ കൊണ്ട് കെട്ടിച്ചാ മതി. മാധവേട്ടാ, 2 ചായ. മാധവന്റെ കെട്ടിയോളെ സ്വരത്തിനെന്താ അത്ര വലിയ കടുപ്പം? അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ദേഷ്യം ഇവിടെ തീർക്കുക. ഒരെണ്ണം വിത്തൗട്ട്. നിനക്ക് പഞ്ചാരയാണെന്ന് ഞാൻ അറിഞ്ഞാ പോരെ? നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോടി. കൊണ്ടുപോയി കൊടുക്കടാ. അപ്പിടിനെത്തി. മാധവേട്ടാ, ഇനി ഇറങ്ങിയില്ലേ? പെട്ടെന്ന് വേണം. രാജകാലത്തിനും കുളികാലത്തിനും മുമ്പ് കടുവാശ്ശേരിയിൽ എത്തണം. പെട്ടെന്നാവട്ടെ. അങ്ങേർക്ക് കടയടയ്ക്കാൻ കാരണമില്ലാണ്ടിരിക്കുകയായിരുന്നു. സരോജ ചേച്ചി, വട്ടക്കുഴിയിലേക്കുള്ള റോഡ് വെട്ടിന്റെ കോൺട്രാക്ടർ വരും. കടയിൽ ഇരിക്കാൻ പറയണം. ഞങ്ങൾ ഉടനെ എത്തും. റോഡ് വെട്ടാൻ കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാർ സമ്മതിക്കില്ലെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. നടക്കില്ല ചേച്ചി, അതൊക്കെ അയാളുടെ മനസ്സിലിരിപ്പല്ലേ. നാളെ റോഡ് വെട്ട് ആരംഭിച്ചിരിക്കും. ഇന്ന് എവിടെയാ അപ്പൂട്ട കാപ്പൂടി? അപ്പൂട്ടൻ പെണ്ണ് കാണാൻ പോകുന്നതിന് കാപ്പൂടിക്കാൻ പോകുന്നെന്നാ ഇവിടെ പെണ്ണുങ്ങളൊക്കെ പറയുന്നത്. അപ്പൂട്ടാ പോവാ. പാച ഒടിച്ച് നിൽക്കാതിരും തക്കടി. എന്റെ ഭഗവതി, പാവം എത്ര പെണ്ണ് കണ്ടതാ. ഇതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ മതിയായിരുന്നു. ഓ പിന്നെ എന്തിനാ നാടുനീളെ ഇങ്ങനെ പെണ്ണ് കാണാൻ നടക്കുന്നത്? നാണം ഇല്ലാതെ. എന്തിനാടി ഈ കുശുമ്പ്? ചേച്ചി നോക്കിക്കോ, അപ്പൂട്ടം പെണ്ണ് കിട്ടാതെ കറങ്ങി തിരിഞ്ഞ് അവസാനം ഈ ചന്ദ്രികയുടെ അടുത്ത് തന്നെ വരും. എങ്ങോട്ടേക്കാടാ രാവിലെ പൗഡറൊക്കെ തേച്ച്? പാറൂനെ പാക്ക് പാത്തിട്ട് உனக்கு என்ன பிடிச்சிருக்கான்னு கேட்க போறேன். எனக்கு கொஞ்சம் பிடிக்கலேன்னு சொன்ன குண்டு கெட்டா ஜீப்ல தூக்கி போட்டு போயிடுவேன். ഇങ്ങനെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി കൂടെ താമസിപ്പിച്ചിട്ട് എന്താ കാര്യം? ഈ മണ്ടനെ ലവ് ഒന്നും അറിയില്ലടേ, പാവം. അതെ, ഇങ്ങനെ മസിൽ പിടിച്ച് നടന്നുകൊണ്ടൊന്നും പെമ്പിള്ളേര് വീഴില്ല. ഞാനൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കണതേ ഇത്തിരി പഞ്ചാര ചിരിയും കോമഡിയും നമ്പറുകളൊക്കെ ഇറക്കിയിട്ടാ.
എന്റെ പാത പിന്തുടർന്നില്ലെങ്കിലേ മോൻ വന്ന വഴി വാവിൽപ്പെട്ടിക്ക് തിരിച്ചു പോവേണ്ടി വരും. ആദ്യം പെണ്ണിന്റെ മനസ്സ് പിടിക്കണം. എവിടെ പിടിക്കണമെന്നാ? മനസ്സ് പിടിച്ചെടുക്കണമെന്ന്. കണ്ണയ്യ, കമോൺ. പാട്ട് പാടാൻ അറിയാമോ? தெரியுமே. என்னை கண்டு மயங்காத பெண்கள் ഉണ്ടോ? മതി. താൻ ഈ മുമ്പ് ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. അതാ കാര്യം. അതവള് കേട്ടിട്ടുണ്ടാവും. ജീവിതം വെറുത്തു പോവില്ലേ? പാട്ടെന്ന് പറഞ്ഞാൽ നല്ല ശബ്ദത്തിലായിരിക്കണം. ഉദാഹരണത്തിന് മുഹമ്മദ് റഫി, യേശുദാസ്, SP ബാലസുബ്രഹ്മണ്യം, മനു. അതെ, മനു എന്ന പാട്ടുകാരന്റെ ശബ്ദത്തിൽ കണ്ണ ഒന്ന് പാടി നോക്കിയേ. പ്രമാദം. ഇനി നിന്റെ പാർവതി നല്ല അടിപൊളി വേഷത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക. വിചാരിച്ചു. ഇനി ഒരു 10-20 പെമ്പിള്ളേര് ലേശം അങ്ങനെ ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ച് കൂടെ ആടുകയും പാടുകയും ഒക്കെ ചെയ്യട്ടെ. അതും വന്നിട്ട് ഇருக்கு. സിസ്റ്ററെ, കുരിശ് വരച്ച് കിടന്നോളൂ കേട്ടോ. അവനവൻ തന്നെ അവനവനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി 5-6 മണിക്കൂറല്ലേ ഉള്ളൂ. ആ തിലോത്തമ്മയുടെ അമ്മ അവളെ തേടി വന്നിരിക്കുന്നു. അമ്മയോ? ആ, സ്വന്തം അമ്മയോ? അതേടാ. അതേന്ന് നാളെ പോലീസിന്റെ സാന്നിധ്യത്തിൽ അവളെ അവളുടെ അമ്മയ്ക്ക് കൈമാറും. എങ്കിൽ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് അവളെ നമ്മൾ ഇവിടുന്ന് പൊക്കിയിരിക്കണം. നീ വെളുപ്പിന് 4 മണിക്ക് മുമ്പേ അവളെയും കൊണ്ട് മുറിക്ക് പുറത്തിറങ്ങണം. ആ, അത് ഞാൻ ഏറ്റു. നീ കോറിഡോറിന് അവിടെ കാത്തു നിന്നാ മതി. ഞാൻ അവളുമായിട്ട് വന്നോളാം. ആ, ആരുമില്ലെന്ന് സമയം 1 മണിയായെന്ന് തോന്നുന്നു. ഞാൻ ഒന്നിന് പോകാൻ ഇറങ്ങിയതാ. ഞാനും ഒന്നിനാ. തുറക്കുന്നില്ലല്ലോ. ഉറക്കി മുട്ടണം. ഇങ്ങനെ ഫോട്ടോഗ്രാഫർ എന്റെ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഫോട്ടോ തരാം, പക്ഷെ എന്റെ കൂടെ വരണം. ഞാൻ വരാം. എന്റെ കൊച്ചിനെ തട്ടുപോയല്ലോ. ഇവന്റെ അമ്മ മക്കച്ചി 2 പ്രാവശ്യം എന്റെ കൊച്ചിനെ വെറുതെ ചുമ്മാ 2 തവണ ട്രൈ ചെയ്തിരുന്നു. ഇവൻ ഇവിടുന്ന് പറഞ്ഞു വെച്ചാലേ ഞാൻ വരൂ. പോടെ, ഞാൻ ഇവിടെ എങ്ങനെയും കൊണ്ടുപോകും. കൊച്ചിനാരും കൊണ്ടുവരും. കുട്ടിയെ ഞാൻ കൊണ്ടുവരാം. ഇവളെ മിസ് ചെയ്താലും കൊച്ചിനെ കൊണ്ടുവരാതിരുന്നല്ലോ. ഇല്ല. മുമ്പേ ഇത് മാറി. ഒന്ന് മാറിയ പ്രാന്തിച്ച് ചെകുത്താനെ ചെകുത്താൻ നിന്റെ അമ്മായി പറ്റും. മോളെ അവന് പാട്ട. മോളെ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഒരു ബലം. ഉറങ്ങിക്കിടക്കുവാണോ അതോ ഉറക്കം അഭിനയിക്കുവാണോ? തിലോത്തമേ, തിലോത്തു ഇവിടെ പോയി. ആ, ടോയ്ലറ്റിൽ പോയതായിരിക്കും. വരട്ടെ. ഞങ്ങളുടെ പൈസ കൊണ്ട് മുങ്ങിട്ട് മരണിൽ പൊങ്ങിക്കഴിഞ്ഞ് കണ്ടുപിടിക്കലെന്ന് വിചാരിച്ചല്ലേ? എങ്ങോട്ടാ? 2 മണിയായെന്ന് തോന്നുന്നു. 2-ന് പോകാമെന്ന് വെച്ചു. ഞാനും 2-നാ. രക്ഷപ്പെട്ടോ, അവന്മാരിവിടെ ഉണ്ട്. പൊന്നപ്പ പിടിച്ചോളാം, ഇത് അവന്മാരാടാ. മണി അടിച്ചിട്ട് പോവാം. വിടില്ല, ഞാൻ വിടില്ല. എന്റെ ജീവിത അഭിലാഷമാണ് എന്നെ പിടിക്കാന്നുള്ളത്. എന്താ ഈ കാണിക്കുന്നേ? അല്ല എടാ നിക്കടാ, എടാ നിന്നോട് നിക്കാനാണ് ഞാൻ പറയുന്നത്. ദൈവമേ, ഈ കൊച്ചി ഇവിടെ വന്നാ. ഇതിവിടെ വന്നോ? വലിയ തിരുമേനി, ആപത്ത്.
അയ്യോ ആയുധേശ്വര രക്ഷിക്കണേ. വലിയ തിരുമേനി, യക്ഷിയെ തളച്ചില്ല, അവള് പുറത്തു ചാടി. തിരുമേനി, വെളുക്കാൻ തേച്ചത് പാണ്ടായി. വലിയ തിരുമേനി. ഗൗരിദാസ, നിനക്ക് കുഴപ്പമൊന്നുമില്ല? അയ്യപ്പൻകുട്ടി എവിടെ? ഓ, അതിന് ജീവനുണ്ട്. ഭാഗ്യം. ആ പെണ്ണ് അങ്ങോട്ട് പോയി. ഏത് പെണ്ണ്? നിന്റെ കൂടെ വന്ന പെണ്ണ്. കാര്യം ഇതുവരെ വിട്ടില്ലേ? പൂജക്കെന്ന് പറഞ്ഞ് കൂടെ വന്നിട്ട് കണ്ട പെണ്ണുങ്ങളുടെ പുറകെ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ കുഴപ്പത്തിലാകും. വെറുതെ അല്ല യക്ഷിയുടെ വിശ്വരൂപം കണ്ട് പടം ഓടിയത്. ഇപ്പൊ ആകെ വട്ടായി. ഞാൻ പെണ്ണ് അവിടെ പോയി. ഞാൻ വിചാരിച്ചു ഭയം നോടി ആ തവളയില്ലാ കുളത്തിൽ വീട് ഏതായാലും തിരിച്ചു വന്നല്ലോ, മഹാഭാഗ്യം. നമ്മള് ഗണപതിക്ക് 101 തേങ്ങ നേർന്നില്ലേ? എന്ത് തേങ്ങയെ പറയണേ? വട്ട ആർക്കാണെന്നാ? എടാ, അവിടെ ഉള്ള ജനങ്ങളെ മുഴുവൻ എന്നെ ഓടിച്ചിട്ട് അടിച്ചിടിച്ച് പഞ്ചറാക്കിയ ശേഷമാണ് ഞാൻ ആ സത്യം പറഞ്ഞത്. ആ പെണ്ണ് ആരാണെന്ന് അറിയോ? നിങ്ങൾ എല്ലാവരും കേൾക്കണം. ആ പെണ്ണ് ആരാണെന്ന് അറിയോ? ആ പെണ്ണ് ഇവനാര്? ഇവൻ അവനല്ലേ? ഇത് ആണ്ടിപ്പെട്ടി. ആ, ഈ പട്ടി തന്നെ. ആ പട്ടി ആണ്ടിപ്പട്ടി, കാളവട്ടിപ്പട്ടി, മരപ്പെട്ടി. ഈ പോടാ പേപ്പട്ടി. ഇത് മുഴുവൻ അയ്യോ, കൊച്ചു തിരുമേനിയെങ്കിലും മനസ്സിലാക്കണം. പെണ്ണ് യക്ഷിയാണ്. ഏത് പെണ്ണിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്? അയ്യോ, അവൾ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഞാൻ കണ്ടതാ. അവൾ യക്ഷിയാണ്, ഉഗ്ര യക്ഷി. ഗൗരിദാസനെ കൊല്ലാൻ വേണ്ടി വന്നാണ്. വിശേഷ തിരുമേനിയെങ്കിലും വിശ്വസിക്കണം. അവൾ ഇതിനകത്തുണ്ട്. ആ യക്ഷി. സംശയമുണ്ട്, ഇതേ പിടിച്ചു പോകണം. കൊണ്ടുപോടാ അശ്രീകരം കൊണ്ട് കിടക്കുന്നു. അയ്യോ, ഇത് സാധാരണ തവളയല്ല. മണ്ടൂക മന്ത്രം ആവാഹിച്ച് ജപിച്ച് ഒഴിഞ്ഞു വെച്ച ദിവ്യ തവളയാണ്. ഇതിനെ കൊണ്ട് നോക്കിയ യക്ഷിയെ കാണാം. അയ്യോ, ഗൗരിദാസ, ഓടിക്കോ. അവള് നിന്റെ അടുത്തുണ്ട്. തിരുവേനി, കണ്ണൂർ നോക്ക്. അവൾ അവന്റെ അടുത്തുണ്ട്. യക്ഷി. അയ്യോ, മണ്ടൂകം പോയി. അയ്യോ, മനുഷ്യന് ഭ്രാന്തായാലും ഇങ്ങനെയാണ്. പിന്നെ എങ്ങനെയാ? ആ, എല്ലാവരും പിരിഞ്ഞു പോയ ഓടുക. എന്റെ കൊണ്ട് നമ്മളെ അവിടെ തന്നെ നില്ലേ. എന്നെ ഇട്ട് ഓടിക്കരുത്. അവിടെ നില്ല്. മണ്ടൂരി, പിടിതാ. ഒരു പാവം പൂജാരിയുടെ ജീവൻ നിന്റെ മാക്കിലാണ്. അയ്യോ, ചാടി. ആണ്ട കുളിക്കാൻ കയറി. വെള്ളം കണ്ടാ പിന്നെ തനി തവളയുടെ സ്വഭാവം എടുക്കും. എടീ കൂപ മണ്ടൂകമേ, നിന്റെ തനി സ്വരൂപം ഞാൻ മാത്രമല്ല നാട്ടുകാരെയും കാണിക്കും. ഇഞ്ഞ് വാ. അതെന്താ? അവളെ ഇങ്ങനെയും കഴിയോ? എന്താ? ക്ഷമിക്കണം തമ്പുരാട്ടി, അങ്ങനെ പറയരുത്. എനിക്ക് ഒരു അസുഖം പിടിച്ചു. തിരുമേനി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കുളിമുറി കയറിയ ദിവ്യ തവളെ പിടിക്കാൻ ഞാൻ നോക്കിയതാ. പെണ്ണുങ്ങളുടെ കുളിമുറിയില്ല തവളപ്പിടുത്തം. അയ്യോ, ഈ തമ്പുരാട്ടി പറഞ്ഞാ മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. എന്നെ തല്ലിക്കൊണ്ടാലും ശരി, ഞാൻ ലക്ഷ്യം തെളിയിക്കും. താടി അഴിഞ്ഞു പോയാലും പിടിക്കപ്പെടല്ലേ ഗുരുവായൂരപ്പ. ഞാൻ ഇതിന്റെ ഡ്രൈവർ. എന്നാ പിടിച്ചോ. തുറക്ക്. ഇറക്കി. പെട്ടി കാലയിൽ ഇവിടെ നോക്കണ്ടടോ. ആദ്യമായിട്ടാ ഒരാള് പെട്ടിയിൽ ഊട്ടിയിൽ വരുന്നത്. ഭയങ്കര കനോടോ, വലിച്ചിട്ട് നീങ്ങണില്ല. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ അകത്തിരിക്കണത്. കല്യാണം കഴിക്കേണ്ടതാ. ഞാനും ഒരു അഡ്ജസ്റ്റ്മെന്റിലാ ഇവിടെ പുറത്ത് നിൽക്കുന്നത്. എനിക്ക് ശ്വാസം മുട്ടണേ. അതൊരു വേളാങ്കണ്ണി വന്നെല്ലാം പൊളിയോട്ടോ. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. വേണ്ട, ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ നിന്നോളാം. ഞാൻ ഫാദർ സിറിയൻ, തൃക്കുന്നപ്പുഴ സെമിനാരിന്ന് വരിക. എനിക്ക് മദറിനൊന്ന് കാണണം. അയ്യോ ഫാദർ, മദർ വേളാങ്കണ്ണിക്ക് പോയിരിക്കാം. 2 ദിവസം കഴിഞ്ഞേ വരും. ആണോ? അയ്യോ ഫാദർ, എന്തു പറ്റി? ആസ്മയാ. ഊട്ടിയിലെ തണുപ്പ് എനിക്ക് പിടിക്കില്ല. എനിക്കാണെങ്കിൽ മദറിനെ പിടിക്കാതെ മദറിനെ കാണാതെ പോവാനും പറ്റില്ല. എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. ഫാദറിന് തൽക്കാലം ഗസ്റ്റ് റൂമിൽ അക്കോമഡേറ്റ് ചെയ്യും. അന്നാമ്മ എന്തേ? അന്നാമ്മ അതാരാ? ഇന്ന് ഇവിടെ ജോയിൻ ചെയ്ത സെർവന്റാ. എന്താ സിസ്റ്ററെ? ഗസ്റ്റ് റൂം വൃത്തിയാക്കണം. പിന്നെ അച്ഛന്റെ പെട്ടി താഴെ ഇരിപ്പുണ്ട്, അതെടുത്ത് മുറിയിലേക്ക് വെച്ചു. താങ്ക് യു സിസ്റ്റേഴ്സ്. ഇനി അന്നാമ്മ താങ്ങിക്കോളും. അന്നാ വന്നാട്ടെ. അച്ഛോ, എന്തോ
ഈ പെട്ടിയുടെ നമ്പർ ലോക്ക് 009. ഈ പെട്ടിക്ക് നമ്പറില്ല, വെറും 000. അച്ഛന്റെ SSLC മാർക്കല്ലേ ചോദിച്ചത്. അന്നാമോ അച്ഛൻ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കരുത്, ഞാൻ അൺമാരീഡാ. നന്നായി. ഇവിടുത്തെ എല്ലാ പെട്ടിയും ഞാൻ തന്നെ ചുമക്കണം. അവസാനം ഒരു പെട്ടി നിന്നെയും ചുമക്കും. എന്താ ഇത്? ഞാൻ ചുമച്ചതാ. അച്ഛൻ എവിടെ ഇരിക്കും? ഒന്നങ്ങോട്ട് താങ്ങിക്കോ. കൊല്ലം പറ്റിയോ? ഞാൻ പോയി റൂം ക്ലീൻ ചെയ്തിട്ട് വരാം. 00. പെട്ടി എവിടെ ഇരിക്കട്ടെ അന്നാമോ? എന്താ ഇത്? പൊടി. വികാരി അച്ഛനാണല്ലേ കള്ളൻ. സിബ് തുറക്കടാ. അകത്തിരിക്കണം നിന്റെ സിബ് ഞാൻ എങ്ങനെ തുറക്കാനാ? എന്റെ അല്ലടാ, പെട്ടിയുടെ സിബ് തുറക്കടാ പട്ടി. ഓ ഈ സിബ് ചെരിച്ചിടണ്ടേ, സൂക്ഷിക്കണേ. ഗുരുവായൂരപ്പ, ആരും വരല്ലേ. എന്റെ ഫാദർ ഗ്യാസ്മാ. എങ്ങനെ ഉണ്ടായിരുന്നു പെട്ടിയിലെ യാത്ര? 2 മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അന്ത്യയാത്ര ആയാനെ. അയ്യോ ദൈവം കാത്തു. റീത്ത് വാങ്ങാൻ പോലും എന്റെ കാശില്ല. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയി ഞാൻ വിളിക്ക്. കണ്ടേ. എന്താ ദേ. കൈയോടെ പൊക്ക. കള്ള, നീ എന്തിനാ പെട്ടിക്കുള്ളി കയറിയേ? പുറത്ത് ഭയങ്കര തണുപ്പല്ലേ? അതെ അതെ. നീ വേഷം കെട്ടിയ അച്ഛനല്ലേ? അല്ലല്ല അല്ലേ? ഞാനിപ്പോ വിളിച്ചു സിസ്റ്റർ. രക്ഷിക്കണം, ഞാൻ ഈ കാല് പിടിക്കാം. അയ്യോ ഇതെന്റെ ആണോ? കയ്യാ. ഈ കാല് പിടിക്കാം പ്ലീസ്. എന്നാ വാ. ഞാൻ പോയിട്ട് വരാം. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ എന്നെ എങ്ങോട്ടേ വലിച്ചിട്ട് പോണേ? മിണ്ടാതിരിക്ക്. ഇവിടെ ഇരിക്ക്. ഇവിടെയോ? ഐസ്ക്രീം തിന്നാണ് കാണിച്ചരാട്ടെ. അവിടെ അവിടെ മുഴുവൻ ഉടുപ്പിട്ട പിശാചുക്കളാ. ദൈവമേ, അവരെങ്ങാനും ഇങ്ങോട്ട് വരുമോ? ആരെങ്കിലും വരണോ? വിളിച്ചോ? എവിടെ വിളിക്കാൻ? ഇതിലൊളിച്ചോ? ഭരണിയില. പിന്നെ ഭരണിയിലിട്ട് വെക്കാൻ ഞാനത് ഉപ്പ് വാങ്ങിയാ ഒന്നും ശരിയാവൂല. ശരിയാവും. ഇത് പിടിച്ചേ. നിനക്കിട്ട് ഞാൻ വെച്ചേ കുട്ടി പിശാചേ. ഓ, ഭരണിയിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞ് നാളത്തെ പത്രത്തിൽ നിന്ന് വായിക്കാം. അയ്യോ, എനിക്കിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയാണ്. എന്റെ ഇടവും വല്ല 2 പോലീസുകാരല്ലേ? തടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. ഇനിയിപ്പോ എന്താ എന്റെ അടുത്ത പരിപാടി സഹു? ആ പാവം DIGയുടെ പെടലിക്കിട്ട് അടിക്കാൻ പോണു. എന്റെ കാര്യം ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോണു? അതിപ്പോ ഇവനെ കൂലിപ്പണിക്ക് വിട്ടിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാലും ജീവിക്കും. ഞാൻ നിന്റെ അടിമേ. ഇവിടെ കഷ്ടപ്പാടാണെങ്കിൽ ഞാൻ തിരിച്ചു ജയിലിലേക്ക് തന്നെ പോകും. അവസാനം മിണ്ടാതെ പറയാതെ പോയി പറഞ്ഞേക്കരുത്. അല്ലെങ്കിൽ ഇവന്റെ ഭാവി ജയിലിൽ തന്നെയാ. നിന്റെ സഹു? എനിക്കിപ്പോ ഭാവിയല്ല, ആ ഭൂതത്തിന്റെ മുഖ മനസ്സിന്ന് പോകാത്തത്. കമ്മീഷണറുടെ മുഖത്ത് എന്തോ നിഗൂഢതകൾ ഒളിഞ്ഞടപ്പെട്ടു. അയാളുടെ നിഗുണ്ടങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മളാരാ CIDകളാ. എന്താ പറഞ്ഞ? നമ്മളാരാ CIDകളാ. CID. ഗുഡ് ഐഡിയ. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്. പക്ഷേ കുറച്ച് ചീപ്പാണ്. എനിക്കറിയാമായിരുന്നു നീ എന്റെ അടുത്ത് തന്നെ വരുമെന്ന്. ചായയാകാം. പെണ്ണും പെടക്കോഴും ഇല്ലാത്ത നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? വാട്ട് ബുദ്ധിമുട്ട്? ജസ്റ്റ് 1 സെക്കൻഡ്. അമ്മവൻ വലിയ സെറ്റപ്പിലല്ലേ? ഇതൊക്കെ എന്ത് സെറ്റപ്പ്? ഗൾഫിലേക്ക് എനിക്കൊരു വിസ വന്നിട്ടുണ്ട്. ശിഷ്ടകാലം ഞാൻ അവിടെ ആയിരിക്കും. അവരുടെ കഷ്ടകാലം. ഇതാ എന്റെ സാമ്രാജ്യത്തിന്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും. എല്ലാം ഇനി നീ തീർക്കണം. ഇത്ര അധികം ബാധ്യത? നല്ല ചൂടുള്ള ചായ, കൂൾ ഡ്രിങ്ക്സ് പോലെ കുടിക്കാൻ സ്ട്രോ വേണോ? ഏയ് ചായ കൂടി കഴിഞ്ഞു. ഇനി കപ്പ് ഉണ്ടാകാൻ കൈ വരുമോ? No. എന്താ? ആ കപ്പുകളെല്ലാം ടേബിളിന്റെ പുറത്ത് വെക്കൂ. കപ്പുകളെല്ലാം ടേബിളിലോട്ട്. Now you see. Don't worry. ഈ കപ്പുകളെല്ലാം യന്ത്രം തന്നെ കഴുകി വെക്കോ? ഇല്ല, ഗസ്റ്റുകളെല്ലാം പോയതിനു ശേഷം ഈ മൂടി തുറന്ന് ഞാൻ തന്നെ കഴുകി വെക്കും. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. Come on, come with me. Come on, get up. Again come. ഇതെന്താ പുരാവസ്തു? Yeah, old is gold. ധാരാളം പ്രത്യേകതകളുള്ള വണ്ടിയാണിത്. ഹോൺ ഒഴിച്ച് ബാക്കി എല്ലാറ്റിൽ നിന്നും നല്ല സൗണ്ട് വന്നപ്പോ ഷെഡിൽ കയറ്റിയതാ. സീറ്റിന്റെ അടിയിൽ തൊള. അത് ഞാനിട്ടതാ. അതെന്തിനാ? നമ്മൾ വണ്ടി എടുക്കാൻ നേരത്ത് വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ ഇങ്ങനെ കയറിയിരുന്ന് ഈ തുളയിൽ കൂടി കാലിട്ട്
എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. ദേ നോക്കിക്കോ. ഈ കാറ് ജെയിംസ് ബോണ്ടിന് പോലുമില്ല. അതെന്താ? ഈ കാർ എന്റെ അടുത്തിരിക്കുകയല്ലേ. പിന്നെ ഈ വണ്ടിയിൽ പല അഭ്യാസ മുറകൾക്കുള്ള സെറ്റപ്പ് ഉണ്ട്. വളരെ അത്യാവശ്യ സമയത്ത് മാത്രമേ അത് പ്രയോഗിക്കാവൂ. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സഹായിയായി പ്രവർത്തിക്കാൻ ഒരാളെ കൂടി ഞാൻ തരുന്നുണ്ട്. തീ കർണൽ വർക്കി. ഇവൻ മിടുക്കനായ ഒരു പത്രക്കാരൻ. ഹലോ ഹലോ. നിന്നെ കുറിച്ച് മാത്രം സായാഹ്ന പത്രത്തിൽ എഴുതി ഇവൻ നിന്നെ പ്രശസ്തനാക്കും. നീ ഇയാളെ കൂടി ഏറ്റെടുക്കണം. പിന്നെ ഇതിനൊക്കെ പ്രത്യുപകാരമായി നീ എനിക്ക് ഗൾഫിലേക്ക് ഒരു ടിക്കറ്റ് മാത്രം എടുത്തു തന്നാൽ മതി. ടിക്കറ്റ് ചാർജ് ഓൺലി 22,000 baht. മാല തിട്ടതാ. ഞാനും കൂടെ വന്നോട്ടെ. എന്താ കാര്യം പറ ഭാസ്കര? കേട്ട് ഞെട്ടണ്ട, കണ്ടു ഞെട്ടിയാ മതി. ചെന്ന് നോക്കിയേ. ആദ്യം ഞാൻ വികലാംഗന് മുൻഗണന വേണം. എന്താ ഈ രണ്ട് കറുത്ത വിരൂപമായ ഒരു രൂപം? അല്ല, വെളുവെളുത്ത് സുന്ദരമായ രൂപം. നീയെന്ന് നോക്ക്. അതെ, കറുത്ത തുണി പൊതിഞ്ഞൊരു ഭീകര രൂപം. എന്നാൽ യഥാർത്ഥ രൂപം നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല. വാത്തേക്ക്. മുഖത്തെ ആ കർട്ടൻ ഒന്ന് മാറ്റിയേ. आप सबको नमस्कार. എൻ്റെ പേര് റസിയ ബീഗം. ജനിച്ചത് കാസർഗോട്ടാണെങ്കിലും വളർന്നതും പഠിച്ചതും ഒക്കെ ഡൽഹിയിലാണ്. കോളേജിൽ ഞാനും കാർത്തിക്കും 2 ബാച്ചായിരുന്നു. മാർഷൽ ആർട്സും കിക്ക് ബോക്സിങ്ങും എന്നു വേണ്ട, ഹീ ഈസ് ആൻ ഓൾറൗണ്ടർ. അറിയാതെ തന്നെ ഞാൻ കാർത്തിക്കിൻ്റെ ഫാനായി മാറി. ആരാധന പിന്നെ സ്നേഹമായി മാറിയപ്പോൾ, ആ സ്നേഹം കാർത്തിക്കും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മറ്റൊന്നും പിന്നെ ചിന്തിച്ചില്ല. അത് ശരിക്കും ചീറ്റിംഗ് അല്ലേ? എന്തിനാ ഈ ദ്രോഹം എന്നോട് ചെയ്തത്? വീട്ടിൽ കാർത്തിക്കിന്റെ കാര്യം പറയേണ്ടി വന്നു. അവരുടെ എല്ലാം മുമ്പിൽ ഞാൻ മോശപ്പെട്ടവളായി. എനിക്ക് അവരെ എല്ലാം നഷ്ടമായി. ഇനി വീട്ടിലേക്ക് മടങ്ങാനും കഴിയില്ല. बोलिए भैया, मुझे क्या करना है? കാർത്തിക് എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതല്ലാതെ വേറെ മാർഗമില്ല. ഇന്റർവെൽ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ക്ലൈമാക്സ് എത്ര പെട്ടെന്നാക്കരുത്. മാത്രമല്ല, ഇടയ്ക്ക് ഒരുപാട് സീനുകൾ വരാനുണ്ട്. ബീഗത്തെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഈ ഞങ്ങളൊക്കെ ഒരു മിനിറ്റ് ഒന്ന് മാറി സംസാരിച്ചോട്ടെ. നേരത്തെ ഓട്ടത്തിനിടെ നീ എന്താ വിളിച്ചു പറഞ്ഞത്? തുറുപ്പ് കിട്ടിയെന്ന്. അതെ, തുറുപ്പ് തന്നെ. ചന്തൂട്ടി, ഈ ചീട്ട് വെച്ച് നമുക്കൊന്ന് കളിച്ചാലോ? മുക്കുവിന് കിട്ടിയ ഭൂതത്തെ പോലെ കറുത്ത രൂപത്തിൽ നമുക്ക് കിട്ടിയ വെളുത്ത ഭൂതം. ഈ ഭൂതത്തെ നമ്മൾ എന്താ ചെയ്യുക? ആലോചിക്കാം. അതിനു മുമ്പ് നമുക്കിതിന് എവിടെങ്കിലും ഒന്ന് ഒളിപ്പിക്കണ്ടേ? ചന്തൂട്ടി, നീ തന്നെ അത് ഓർമ്മിപ്പിച്ചത് നന്നായി. അതാ ഈ ഉള്ളവന്റെ പ്രത്യേകത. ഏതാപത് ഘട്ടങ്ങളിലും പുതിയ പുതിയ ആശയങ്ങൾ പൊട്ടിമുളയ്ക്കും ഈ മനസ്സിൽ. ഞാൻ ഉദ്ദേശിച്ച അതൊന്നും അല്ല, ഇവളെ ചന്തൂട്ടിയുടെ വീട്ടിൽ താമസിപ്പിക്കാം. അയ്യോ, അവിടെ ആഡിയോ വീഡിയോ റിപ്പയറിലായ ഒന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒളിപ്പിക്കാൻ എളുപ്പമാണ്. ഒരാളും കൂടി അവിടെ താമസിച്ച് അവരെ കാണുകയില്ല. ഇനി അഥവാ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് അതൊട്ട് കേൾക്കുകയില്ല. എളുപ്പമായില്ലേ? അങ്ങനെയാണെങ്കിൽ രാത്രി ഈ വേഷത്തെ തന്നെ കൊണ്ടുപോയാൽ മതി. പുലിവാലാകുമോ? ആയിക്കോട്ടെ, തൽക്കാലത്തേക്കല്ലേ. ചന്തൂട്ടി ഒന്ന് സമ്മതിക്ക്. ആരാ? അമ്മ ചോദിച്ചു കേട്ടില്ല, ആരാണ്? ഞാനാ. ആഹാ, 1:30 നിങ്ങളുടെ തണ്ട തള്ള ചന്തൂട്ടി വിളിക്ക്. ചന്ത പോയിട്ട് എന്റെ മക്കൾ എന്നതാ വാങ്ങിച്ചോണ്ട് വന്ന? അപ്പൊ പാതി റേഞ്ചേ ഉള്ളൂ. റേഞ്ച് ഓഫീസറുടെ വീട്ടിൽ പോയായിരുന്നോ? മാല കൊണ്ട് കൊടുത്തോ? അതൊക്കെ എപ്പോഴേ കൊടുത്തു. അമ്മ പോയി ചോറെടുത്ത് വെക്കോ. ഭാഗ്യം, അത് കേട്ടു. ഇതിങ്ങനെ ചില മൊബൈൽ ഫോൺ പോലെ റേഞ്ച് വന്നും പോയി ഇരിക്കും. ചോദിക്കാൻ മറന്നു. എന്നതാടാ നിന്റെ പുറകിൽ ഒരു കറുത്ത നിഴല്? അത് നിഴലൊന്നും അല്ല, ഞാൻ വണ്ണം വെച്ചതാ. അയ്യോ, വെണ്ണ തീർന്നു പോയല്ലാക്കളെ. ഈ തള്ള നമ്മളിവിടെ നിർത്തിപ്പോയിരിക്കും എന്നാ തോന്നുന്നു. പോയി. അയ്യോ, ഇതൊരു വെണ്ണ
കണ്ണാണല്ലോ. ചതിച്ചോ ഈ തള്ള അലറി വിളിച്ച് കൊളവാക്കോ? ശരീരം മുഖമെല്ലാം മൂടി പുതച്ച ഇതൊരു മുസ്ലിം കുട്ടിയാണല്ലോ. അതെ. നീ ഇതിനെ എവിടുന്ന് കെട്ടോണ്ട് വന്നാടാ? അമ്മേ അത് പിന്നെ ഒന്നും പറയണ്ട. കട്ടിട്ടായാലും നീ ഒരുത്തെ കൊണ്ടുവന്നല്ലോ. എന്റെ ഈ കണ്ണടയുന്നതിന് ഞാനത് കണ്ടല്ല. പക്ഷേ എനിക്ക് അതല്ല അത്ഭുതം. ഈ 1.5 കാലം കൊണ്ട് നീ ഒരുത്തെ ചാടിച്ചല്ലോ എന്നാ. അപ്പന്റെ മോൻ തന്നെ. അപരാധം പറഞ്ഞാലുണ്ടല്ലോ ആരാന്റെ മുതലൊക്കെ ഇവിടെ ആരാടാ ചോദിച്ചേ? ഈ കണ്ണുകൊണ്ട് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവളൊരു ചുഞ്ചിരി കുട്ടിയാണെന്ന്. എനിക്കിതാ മുതല്. മോൾ അവിടെ ഒന്ന് കാലുറപ്പിച്ച് നിന്നേ. കാത്തിരുന്ന് കുടുംബത്തിലൊരു മരുമോൾ വന്ന് കേറുമ്പോ വെറുതെ കൈ പിടിച്ച് കയറ്റി നല്ല വേണ്ടത്. ഞാൻ താ വരുന്നേ. എന്തൊക്കെയാ ഇത്? ഞാനും ഇതാ വരുന്നു. കണ്ടില്ലേ, ഞാൻ കട്ടോണ്ട് വന്ന പെണ്ണാണെന്ന് കരുതി അമ്മ 2 കൈ നീട്ടി സ്വീകരിച്ചത്. കണ്ടു. നിറഞ്ഞു നിൽക്കുന്ന ഒരു പുരുഷനാ ഞാൻ. തീപ്പെട്ടിയും പെട്രോൾ അടുത്തടുത്തിരുന്ന കത്തി പടരും. അതെ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ ഭാര്യയാണെന്ന് അമ്മ കരുതിയിരിക്കുന്നത്. അമ്മ എങ്ങനെ കരുതിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നീ അങ്ങനെ കരുതരുത്. അത് ശരിയാ. പാൽപ്പായസം ആയാലും പട്ടിയാക്കിയാ പിന്നെ തീർന്നില്ലേ? അല്ല, എനിക്കൊരു സംശയം. ഈ കണ്ണ് ശരിക്ക് കാണാത്തന്റെ തള്ളയ്ക്ക് എങ്ങനെ മനസ്സിലായി കറുത്ത വോട്ടിട്ടേക്കുന്ന ഒരു പെണ്ണാണെന്ന്? ആണാണോ പെണ്ണാണോ എന്നറിയാൻ കണ്ണ് കാണണമെന്നില്ല. ഒന്ന് തടവി നോക്കിയാ മതി. മനുഷ്യനോട് ഉമിത്തി നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു കിന്നാരം. അവിടെ ആരതി തുടങ്ങി. അയ്യോ അയ്യോ അയ്യോ, എന്റെ കൈയൊടിഞ്ഞേ, എന്റെ നടുവൊടിഞ്ഞേ, എന്റെ കാലൊടിഞ്ഞേ. തന്റെ കണ്ണിലെത്തിരുവേ, തന്റെ ദേഹം തിരിച്ചല്ലോ. അതിനുമേ ചവിട്ടി നിർത്തിയില്ലേ? അയ്യോ അഭിനയോ സാറേ, അത് തിരിപ്പുണ്ട. അയ്യോ 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 സാറേ, എന്റെ നടുവൊടിഞ്ഞേ, എന്റെ കാലൊടിഞ്ഞേ, എന്റെ കൈയൊടിഞ്ഞേ. അയ്യോ എന്തു പറ്റി? ഇതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്റെ നടുവൊടിഞ്ഞ്, എന്റെ കാലൊടിഞ്ഞ്, എന്റെ കൈയൊടിഞ്ഞ്. സൈക്കിളിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നന്നാക്കിയിട്ട് ഈ അഡ്രസ്സിൽ വന്ന് എന്നെ കാണും. സൈക്കിളിന് മാത്രമല്ല, എനിക്കും കുഴപ്പമുണ്ട്. വന്ന് കാണാൻ പറഞ്ഞില്ലേ ഡ്രൈവർ? അയ്യോ ഇംഗ്ലീഷ്. ഒരല്പം തൊലിയല്ലേ പോയിട്ടുള്ളൂ, ഒരു പ്ലാസ്റ്റർ മതി. അയ്യോ അത് പോരപ്പി, നീ കുറച്ച് ബാൻഡേജ് എടുത്ത് എല്ലായിടവും ചുറ്റും. എന്തിനെ? നിനക്കെന്തൊരു നട്ടം? ഇത് നിന്റെ മൂപ്പിലാന്റെ വകയല്ലല്ലോ, സർക്കാർ ആശുപത്രിയല്ലേ. ചുമ്മാ ഉള്ള പ്ലാസ്റ്റർ എല്ലാം എടുത്ത് വലിച്ചുവാരി ചുറ്റടേ. ചുറ്റാൻ പറ്റൂല. കാശ് എന്ന സാധനം തരാം, തന്നെ താൻ ചുറ്റിക്കോ. എന്തരാ വരട്ടെ ഏട്. ഏവൻ സർക്കാരിനെ തെണ്ടി. കായില്ല, കിണ്ടി വിറ്റെടുത്തോ, രക്ഷിപ്പിച്ചളയണം. സുരേഷ് സാറിനെ ഒന്ന് കാണണമായിരുന്നു. സുരേഷ് മേനോൻ സാർ ദേ അവിടെ. സാർ എന്താ? സുരേഷ് മേനോൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അയ്യോ ഇരിക്കാൻ പറ്റൂല ചെല്ല. പലിശ ആപ്പീസിൽ ചെല്ലുമ്പോ പറയും ബ്ലേഡ് കമ്പനിയിലുണ്ടെന്ന്, ബ്ലേഡ് കമ്പനി ചെല്ലുമ്പോ പറയും സിനിമാ പെരയിലുണ്ടെന്ന്, പെരയിൽ ചെല്ലുമ്പോ പറയും പെട്രോൾ പമ്പിലുണ്ടെന്ന്, അവിടെ ചെല്ലുമ്പോ പറയും പലിശ ആപ്പീസിലുണ്ടെന്ന്. അങ്ങനെ കാണാൻ കേറിയിറങ്ങി എന്റെ കാലിന്റെ മുട്ടിലെ ചിരട്ട തേങ്ങി. എന്താ കാര്യം? സാറ് വന്ന് കാണാൻ പറഞ്ഞിരുന്നു. എന്തിന്? അല്ല, കാലത്തെ സാറിന്റെ വണ്ടി ഇടിച്ചാണ് ഈ പരുവത്തിലായത്. സൈക്കിളിന്റെ എന്റെ റിപ്പയറിന് കുറച്ച് രൂപ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ വരാം. ഓ എക്സ്ക്യൂസ് മീ, സാറിന്റെ കാർ ഇടിച്ച് കാലൊടിഞ്ഞെന്ന് പറഞ്ഞ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അത് ശരി, ജസ്റ്റ് മിനിറ്റ്. അയക്കൊരു 500 രൂപ കൊടുത്തേക്ക്. എടിക്ക്. ഒന്നുകൊണ്ട് എടുക്ക്. വലിച്ച് മരിക്ക്. വലി വലിക്ക്. ഇനി മുയലാളി ഒന്ന് വലിക്ക്. ഇനി മുയലാവൂല, ബാക്കിയുള്ള വീടി വലിച്ചാ മതി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തൊരു എന്നെ വിളിച്ചോണ്ട് പോയി യാസി മുറിയിൽ ഇരുത്തി. എന്നെ കണ്ടതും ഒരു തൊഴിവക്കം. ഞാൻ വലിയ ഡാൻസർ ആണെന്ന് പറഞ്ഞപ്പം ഭയങ്കര സ്നേഹം.
എന്റെ മുമ്പേ 1000 രൂപ വെച്ച് നീട്ടി. 19 കമ്പനിയിലുള്ള കോടീശ്വരനല്ലേ. ഞാൻ വേണ്ട വേണ്ടാന്നൊരു 100 അത് നീ പറഞ്ഞു കാണും. മുടിപ്പേര് അമ്മജിയാണ് പറഞ്ഞേ. അയാൾക്ക് ഒരേ നിർബന്ധം, ശങ്കരപിള്ള ചേട്ടാ ഒരു 500 രൂപയെങ്കിലും കൊണ്ടുപോകണം. ഞാൻ പിന്നെ ഒരു 500 രൂപ എടുത്തോണ്ടെങ്കിൽ പോകും. വിസ്തരിച്ചത് മതി. സത്യം പറയണം, പോലീസ് വല്ലതും നിന്നെ അന്വേഷിച്ച് വരുമോ? മൊയലാളിയാണെന്ന് പറഞ്ഞ് ഒരുപാട് ചൊറിയണ വർത്താനം പറയരുത്. വിശ്വാസമില്ലെങ്കിൽ അഡ്രസ് വിളിച്ച് കേക്കി. മനുഷ്യപ്പറ്റുള്ള മൊയലാളിമാര് നാട്ടിലുണ്ട്. വല്ലവന്റെയും 10 ചക്ര ഒരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര കടി തന്നെ. ആ മതി പുളു കേട്ടത്. റിഹേഴ്സൽ സമയം ഇതിനൊക്കെ ഇവിടെ ബാല കളിക്കുന്നത് നല്ലതാ, വല്ല വണ്ടി ഇടിക്കുന്നത്. എന്നാ പോയി വല്ല വണ്ടിയുടെ അടിയിൽ കയറ്. ശല്യം വണ്ടി എന്തിനാ വണ്ടിയും കിണ്ടിയൊക്കെ? ഇവിടുത്തെ ചാപ്പാട് സ്ഥിരമായിട്ട് 1 മാസം കഴിച്ചാൽ മതിയല്ലോ, ചത്തോളും. ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതുകൊണ്ട് നീയൊക്കെ വല്ലതും കഴിച്ച് കിടക്കുന്നു. പക്ഷെ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. തെണ്ടിത്തരം പറഞ്ഞാണല്ലോ. കണ്ടേ, ഇതൊരു കലാക്ഷേത്രമല്ലേ? കലാക്ഷേത്ര എന്നെ പേടിച്ചു പോയല്ലോ. പേടിക്കാനിരിക്കുന്നേ ഉള്ളതാ. ഇതെന്താണെന്നറിയാമോ? എന്റെ കയ്യിലെന്താണെന്നറിയാമോ? വിഷറിയല്ല, ബോംബ്. നിന്നെ തകർക്കാൻ ഈ കവർ ബോംബ് ധാരാളം മതിയടാ. ആന്ത്രാക്സാ? അതേടാ, ഇത് ആന്ത്രാക്സ് തന്നെയാ. നിന്റെ ക്യാമറയ്ക്കുള്ളിൽ നീ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോട്ടോ ആന്ത്രാക്സ്. ഞെട്ടി ഞെട്ടി കണ്ട. ഇപ്പൊ നീ ഞെട്ടി, ഇനി നീ ഇങ്ങോട്ടും. എന്താണ് അമ്മാവന്മാരെ, അമ്മായിമാരെ, അച്ഛാ, അമ്മേ, അമ്മൂമ്മേ, എല്ലാവരും കണ്ടോളൂ. എന്നെ തല്ലിയ ഈ കൈകൾ കൊണ്ട് ഞാൻ എന്നെ തലോടിക്കാൻ പോവാ. ഞാൻ ഇന്നിവിടെ ഒരു ശുദ്ധി കലശം നടത്തും. കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ആർക്കും വിശ്വാസമായില്ലല്ലോ. നിനക്കെന്താടാ വട്ടായി പോയോ? അതെ അതെ, ഇവിടെ ചിലർക്കൊക്കെ വട്ട് പിടിക്കും. ദേ, ഇവനൊരു കള്ളനും ആഭാസനുമാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ആരെങ്കിലും വിശ്വസിച്ചോ? ഇങ്ങോട്ട് വാടാ ഇവിടെ. എന്നാൽ ഇത് കണ്ടോ, ദേ, ഇവന്റെ മുഖം മൂടി പിച്ച ചിന്തുന്ന ഫോട്ടോകളാ. ഇത് കണ്ടാ നിങ്ങൾ എല്ലാവരും ഞെട്ടും. എന്നിട്ട് ഈ തെണ്ടിയെ ചവിട്ടി അമ്മാവനെ നോക്ക്. എന്നിട്ട് സൽഗുണ സമ്പന്നനായ എനിക്ക് എന്റെ മാളുവിനെ തിരിച്ചു തരൂ അമ്മാവാ. എങ്ങനെ ഉണ്ടമ്മാവാ അവൻ ഇക്കിളിപ്പെടുത്തുന്ന ഫോട്ടോകള്? ഇത് ഫോട്ടോ മാറി, ഫോട്ടോ മാറി. അമ്മാവാ, എന്താ ഇത്രയ്ക്കും കാണാൻ? ഞാൻ വിചാരിച്ച ഫോട്ടോ. എങ്ങനെയുണ്ട് ഇക്കിളിപ്പെടുത്തുന്ന ഫോട്ടോകൾ? പോടാ, നിനക്ക് വെച്ചിട്ടുണ്ടോ പട്ടി? കൗമാരം, ഡ്രൈവിംഗ് സ്കൂൾ, മാമി, കാതര. ഇതേത് പടത്തിലെയാ? കിന്നാരത്തുമ്പികൾ. കിന്നാരത്തുമ്പി. പോരടാ, ഓർമ്മ വേണം. കാണിച്ചുതരാം. മഴ വന്നാൽ കുളത്തിൽ പോടാ. അയ്യപ്പൻ്റെ അമ്മ അയ്യപ്പൻ ചുറ്റു കാക്ക കുത്തി കുഞ്ഞു. എന്റെ കൂടെ നിൽക്കൂ. അത് മേടിച്ചിട്ട് വാ. അടിപൊളി കുളിയായിരുന്നടാ. അയ്യോ, തുണി എവിടെ പോയി? മൈക്കിൾ ജാക്സാ? മൈക്കിൾ ജാക്സനാ? അയ്യോ, ഇതായിരുന്നോ മൈക്കിൾ ജാക്സാ? ആരാത്? മൈക്കിൾ ജാക്സാ? ദൈവമേ, കുട്ടികൾക്ക് നാളെ എവിടെ പോയി നമ്മുടെ മൈക്കിൾ ജാക്സൺ? മൈക്കിൾ ജാക്സനെ കണ്ടോ? ഇല്ല, എവിടെ? അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അതെയോ? പിശാചികളുടെ ഒരു കാര്യം. തിരുടാതെ പാപ്പ തിരുടാതെ
ചേടാ കുനിഞ്ഞു നിന്ന കുടം അടിച്ചു മാറ്റുന്ന കള്ളന്മാരാ ചുറ്റും. ഡേയ്, ഡാ, ഡാ, ഡേയ്. ഭവാനി ഞാൻ സഹായിക്കണം. എന്ത്? അല്ല അണ്ടാവി വെള്ളം എടുക്കാൻ ഞാൻ സഹായിക്കണം. അണ്ടാവിലെ വെള്ളം ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ എടുത്തോണ്ട് തരാം. വേണ്ടെന്നേ. അതൊരു ബുദ്ധിമുട്ടാവൂലേ? എന്ത് ബുദ്ധിമുട്ടാ? എനിക്കതൊരു ശീലല്ലേ. ശരിയാ, ഒരു കാര്യം ദിവസവും ചെയ്താൽ അത് ശീലമായിപ്പോ. വിറ്റടിക്കാ അല്ല വാങ്ങിയടിക്കുക. ഇത് തമാശ. അല്ല ഭവാനി, ഇത്രയും ഭാരം ഒക്കത്തെടുത്താല് ഉളുക്ക് വരും. ഉളിക്കോട്ടെ പപ്പേട്ടാ. ഉളുക്കിക്കോട്ടെ. ഞാനിവിടെ ഉള്ളപ്പം ഭവാനിക്ക് ഉളുക്ക് വരാൻ സമ്മതിക്കില്ല. എനിക്ക് ഉളിക്കാ പപ്പേട്ടൻ എന്താ? ഉളിക്കാലോ. എന്റെ അണ്ട, എന്റെ ഭാര്യ, ഇവൻ ഉളുക്കും, ഇവനെ ഞാനൊന്ന് ചളുക്കും. മാറി ഞാൻ എടുക്കട്ടെ. ഭവാനി ഉളുക്ക് ഞാൻ കൊണ്ടുവച്ചേരാ. എന്നാ കൊണ്ടുവയ്ക്കേ. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? തന്നെ വലിയ തങ്ങനെ അന്വേഷിക്കണു. ഞാൻ ഈ അണ്ട അടുക്കളയെ കൊണ്ട് വെക്കട്ടെ. തനിക്ക് അണ്ട വലുതോ അതോ വലിയ താൻ വലുതോ? വലിയ താൻ സംശയം ഉണ്ടോ? മണ്ട അണ്ട ഞാൻ കൊണ്ടുവയ്ക്കാം. വേണ്ട അത് പറഞ്ഞോ. നിന്റെ കരോടത്ത് റെസിറ്റ് ഇട്ടടാ. എന്തിന്? ഈ വേഷം പിടിക്കപ്പെട്ട നീ എന്നെ ജാമ്യത്തിലെടുക്കാം. പോട്ടെടാ. ഞാനും വരട്ടെ നിന്റെ കൂടെ. അവളെ കാണാനല്ലേ? എടാ ഇത് ജീവൻ മരണ പോരാട്ടോ. അതിന്റെ ഇടയിൽ പ്രേമം മണ്ണാകട്ടൊന്നും പാടില്ല. അയ്യോ അതല്ല, നിനക്കൊരു ധൈര്യത്തിന് കൂടെ വരാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, മീശയും പഠിച്ച് ഈ കുപ്പായിട്ടാ മതി. അയ്യോ മീശ വടിക്കാതെ അകത്ത് കയറാൻ പറ്റിയൊരു വഴി നീ പറ. വടിക്കാതെ അകത്ത് കയറാൻ പറ്റിയ മാർഗം നീ ഇങ്ങോട്ട് ചേർന്ന് വഴി ഞാൻ കാണിച്ചു തരാ. മതിയാ? ഇതുപോലത്തെ 2 തലേണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. നടരാജ പതുക്കെ. ഞാൻ തൃശ്ശൂർ കാർമിലാത്ത മഠത്തുനിന്ന് വരികയാ. ഇത് അവിടുത്തെ മദറിന്റെ ലെറ്ററാ. ഇരിക്കും. സോറി, എനിക്കിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതെന്താ? മൂലക്കുരുവിന്റെ അസുഖമുണ്ടേ. ഓ ധ്യാനത്തിന് വന്നതല്ലേ? അന്നാമോ എന്താ സിസ്റ്റർ? ലെഫ്റ്റ് സൈഡിലെ 4ാമത്തെ റൂം സിസ്റ്ററിന് കൊടുക്കും. സിസ്റ്റർ ഇതെന്ത് മുതല? ഇതൊരു അസുഖമാ. അസുഖത്തിന്റെ പേര് ലക്ഷത്തിൽ 319 പേർക്ക് വരുന്ന. ഇതിന് മരുന്നില്ലേ? ഇംഗ്ലീഷിൽ മരുന്നില്ല. ഹോമിയോയിൽ ആയുർവേദത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല. എന്റെ വിധി. വരൂ പോകാം. എന്നെ പിടിക്കണ്ട, ഞാൻ പിടിച്ചോളാം. അതാണ് എനിക്ക് ഇഷ്ടം. നാല് കാലുള്ള കന്യാസ്ത്രീയോ? ഇതാണ് മുറി. എന്താ ആവശ്യമുണ്ടെങ്കിലും അന്നാമ്മയെ വിളിക്കാൻ മറക്കരുത്. എനിക്ക് തടിയുള്ളവരെ വലിയ ഇഷ്ടം. പിന്നെ അപ്പുറത്തൊരു വികാരിയച്ഛൻ വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകരുത്. ഭാരം കുറപ്പിച്ചോളി. സിസ്റ്ററിന് പെട്ടിയൊന്നുമില്ലേ? ഇല്ല, വീട്ടിൽ പട്ടിയുണ്ട്. ആ പട്ടിക്ക് നമ്പർ ലോക്കിലല്ല. അങ്ങനെ മാസമൊന്നുമില്ല. സ്റ്റോപ്പെത്തി ഇറങ്ങിക്കോ. ഇറങ്ങട്ടെ. ഓ ഒന്ന് പ്രസവിച്ച സുഖം. കർത്താവേ, ആരും കാണാതെ അകത്ത് കയറി. ഞാൻ കണ്ടേ. വാ നമുക്ക് പോവാ. നീ ആ വായി നോക്കി നീഗ്രോ അല്ലേ? അല്ല അല്ലേ? അല്ലെന്ന്. നീ എപ്പോഴാ കന്യാസ്ത്രീയായേ? ഞാനിപ്പോ വാ നമുക്ക് പോവാ. സമർക്കാ മാമനെ മോക്ക് മിഠായി വാങ്ങിച്ചു തരും. എനിക്ക് മിഠായി വേണ്ട. ശരിക്കും ഞാൻ തന്നെ കാണാൻ വന്നതാ. സത്യം? സത്യം. എന്നാ എന്റെ മുറിയിലേക്ക് പോവാം. മുറിലൊന്നും പോകാൻ പറ്റില്ല. വാ നമുക്ക് പുറത്തോട്ട് പോവാ. അല്ല നമുക്ക് അങ്ങോട്ട് പോവാം. എടേ ഞാൻ ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് ഇവിടെ ഇവിടെ നിൽക്കും. ഇതിന് മാത്രം കൊതുക? ഇത് കൊതുകല്ല, പട്ടിയാ. ഇതെന്താ ആരില്ലാത്ത കുട്ടികൾക്ക് താമസിക്കാൻ? ഇതെന്താ അമ്മ തൊട്ടില്ല? എന്താണ് ബഹളം ഉണ്ടാക്കുന്നത്? പോയേ എന്റെ ദൈവമേ, മോളെ ഇങ്ങ് വാ. കൊത്തി കൊത്തി മോർത്തി കയറി കൊത്തണേ. എന്നെ എവിടെ കൊണ്ടുപോകുന്നേ? ഈ ഭരണിക്കുള്ളിൽ അളിച്ച എന്തോ വേറെ ആളെ നോക്ക്. കേറാം കേറാം. ഭരണി എങ്കിൽ ഭരണി മനുഷ്യന്.
താങ്ക്സ്. വെൽക്കം. ഇത് വേണോ? വേണം. ഒരു തുമ്മൽ വന്നത് എങ്ങാട് പോയാവോ? അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും, സ്വഹ ആശ തീരും. ഒന്നുകിലാങ്കിളി അക്കരേക്ക് സ്വഹ, അല്ലെങ്കിൽ പെൺകിളി ഇക്കരേക്ക്, അല്ലെങ്കിൽ ആങ്കിളി അക്കരേക്ക് സ്വഹ. എന്റെ പെങ്ങൾക്കും അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തൊലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ. പാവം ഒന്നും കഴിച്ചു കാണില്ല. അനുഭവിക്കട്ടെ. ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മട്ടനാക്കി മാറ്റിയത്. ഒബാമ ഇപ്പൊ ഇങ്ങെത്തും ബാൻഡ് പൊക്കാനായിട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഓട്ടോയുടെ ശബ്ദം കേട്ടില്ലേ? മോൾക്ക് സ്കൂളിൽ പോണ്ടേ? ഇങ്ങനെ മടിച്ചായാലോ? ഇക്കൊല്ലം കൂടി കഴിഞ്ഞാൽ അടുത്തത് 10ാം ക്ലാസ്സിലാ. മിടുക്കിയാണോ? അയ്യോ മോളെ, എന്താ ഇത്? സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചാർജ് ചെയ്തില്ലേ? ദേ കണ്ടില്ലേ, എന്റെ മകളെ പഞ്ചറടിക്കാൻ വേണ്ടി ആ തെണ്ടി പോവാലും വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും. അച്ഛൻ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോയ ഇവനെ തല്ലി ഓടിക്കുന്നവരെ ഞാൻ ഏറ്റുന്നു. മോനെ എന്താ? അവന് സൂക്ഷിക്കണം, അവന് ഭ്രാന്ത, നമ്മളെ പോലല്ല. അയ്യോ, അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തണം. ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ, അവിടെ എന്തോ പ്രതിസന്ധിയാ. മോളെ വാ പോവാ, നീ മൊബൈൽ ചാർജ് ചെയ്യ്. വാ നടക്ക. തിരി കത്തിത്തീരുന്നവരെ കാത്തിരുന്നാല് വിശന്ത തണ്ടം കരിയും. അയ്യോ, എന്തിനാ റോട്ടിൽ കിടക്കണത്? വീട്ടിൽ പോയി കിടന്നൂടെ? ഈശ്വരൻ രക്ഷിച്ചു. വന്നല്ല വാനർ സംഘം. മാറി മാറി മാറി, ആരും അടുത്തേക്ക് വരരുത്. വിഘ്നേശ്വരനുള്ള നിവേദ്യമാണ്. ഉന്നം പിഴച്ചാൽ എന്റെ അന്നം മുട്ടും. ഒരു അപേക്ഷയുണ്ട്, ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം. ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് പോകല്ലടാ. അയ്യോ, തേങ്ങക്ക് പോലും ഉന്നം ഇല്ലാതായി. ശുഭ ലക്ഷണം. എറിഞ്ഞത് തേങ്ങ, ഉടഞ്ഞത് കാല്. ഉന്നം പിഴച്ചതാ. ദൈവത്തിന് പോലും മതിയായല്ലോ. ചേച്ചി അവിടെ ആദ്യം പിടിച്ചിരിക്കുക. വല്ലതും കഴിച്ചാ? കാലത്ത് തന്നെ 2 അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി. അഗർബത്തി സ്റ്റാൻഡാ? അഗർബത്തി പഴത്തിലാ കുത്തിവെച്ചിരുന്നത്. എന്ത് ചെയ്യാനാ? സ്വന്തമായിട്ടൊരു വൈഫ് ഹൗസ് ഉണ്ട്, ഹൗസ് വൈഫും ഉണ്ട്. പക്ഷെ ആ വാടക വീട്ടിൽ താമസിക്കാൻ എന്റെ യോഗം. സ്വയം വരുത്തി വെച്ചല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു പ്രേമകുടീരം കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിക്കൂടെ? 13 തവണ ശ്രമിച്ചല്ലേ. അപ്പോഴൊക്കെ ആ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി. നല്ല ISI മാർക്കുള്ള മുദ്ര ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട്. ശ്രീലങ്കട ഭൂപടം പോലെ. മധുര 16കാരിയെ സ്വന്തം ചിറകിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. ആ വട്ടൊന്ന് മാറിക്കിട്ടാൽ എനിക്കൊരു ദാമ്പത്യം ഉള്ളൂ. അളിയനിപ്പോ കണ്ടകശനിയാ, അത് കൊണ്ടേ പോവും. എല്ലാം വിളിച്ചോ. എത്ര കറക്റ്റാ. സോറി, കണ്ടകശനി കണ്ടത്തിലാ കൊണ്ടത്. തന്റെ പേരെന്താ പറഞ്ഞേ? ഉലഹന്നാൻ. ആ, ഉലകന്നാൻ. ഭാവം കണ്ട ഉലകം തന്നെ കയ്യിലാണെന്ന് തോന്നുമല്ലോ. യാരപ്പാനി? മുതലാളി വിളിച്ചു പറഞ്ഞ പുതിയ കിളിയാ ഉലഹന്നാൻ. ഞാൻ താ മാനേജർ സേതുരാമയ്യർ. നമസ്കാരം. ഞാൻ അഹമ്മദ് കുട്ടി, ഡ്രൈവറാ. ഏലപ്പാറ മുണ്ടക്കയം റൂട്ട്. ഹൈറേഞ്ചാ. 82 മുതൽ 87 വരെ കണിമംഗലം കനകൻ ട്രാൻസ്പോർട്ട് പൂട്ടി. 87 മുതൽ 89 വരെ കോലഞ്ചേരി ചക്കാലയ്ക്ക് ട്രാൻസ്പോർട്ട് പൊളിച്ച്. 89 മുതൽ ഇവിടെ തെക്കേക്കര. ഇതും ചരിത്രം പറഞ്ഞത് പോതും. ആവാ തമ്പി, നീ എവിടെ കൊടുത്താച്ച്? ഓ, എവിടെ കൊടുത്തേ? ചിക്കിലി എത്ര കൊടുത്തെന്ന്? 2000. ഞാൻ പറഞ്ഞില്ലേ സ്വാമി, തൊമ്മിച്ച മുതലാളിയല്ലേ കക്ഷി. കിളിയോടും വാങ്ങും സെക്യൂരിറ്റി. കരയുന്ന ചെറുത്താന്റെ കണ്ണീര് നക്കി കുടിക്കുന്ന ടീമാ. അഹമ്മദ് കുട്ടി, വേണ്ട, ഇത് കനകൻ ട്രാൻസ്പോർട്ട് അല്ല. തെക്കേക്കരയാക്കും. നാക്കേ ഉള്ളേ പോട്ട് സുമ്മായിരി. തല പോകും തലൈ. പറക്ക മുറ്റിയതാകുമോ? ഇതിനു മുമ്പ് ഏതെങ്കിലും വണ്ടി ജോലി ചെയ്തിട്ടുണ്ടോന്ന്? ഇല്ല 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 ഇല്ല. എന്നാൽ അന്ത 17 ഏലപ്പാറ തന്നെ ആകട്ടും മുതൽ ട്രിപ്പ്. അഹമ്മദ് കുട്ടി കൂട്ടിക്കൊണ്ട് പാപ്പാ. നിക്കേ, ഒളുങ്ക വേല പാത്തുക്കോ. കിളിയാണെന്നൊന്നും നോക്കൂല. നിലം തൊടാതെ പറപ്പിക്കുന്നാൻ. ഒലത്തും. പാട്ട് പാടിയതാ സ്വാമി. ഒലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി
നീ വാകിളി ജോലി ചെയ്കിളി. ഇത് ഡ്രൈവറുടെ സീറ്റ്, അതായത് എന്റെ. കിളി അപ്പുറത്ത്. യൂണിഫോം നാളെ തരും. അയ്യോ ഉലഹനാനെ, എന്തോ ആദ്യമായിട്ടല്ലേ കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ഡബിൾ അടി. ആണുങ്ങളൊക്കെ ഒന്ന് ബാക്കിലോട്ട് ചേർക്കേ. അല്ല ബാക്കിലോട്ട് നമ്മളാരാ? മുതലാളിയൊന്നുമല്ല, കിളിയാണ്. ബാക്കിലോട്ട് ചേർക്കേ. ഞങ്ങൾക്ക് ഫ്രണ്ട് കയറിയല്ലേ ശരിയാകത്തുള്ളൂ. അവനെ ചവിട്ടി പുറത്താകടാ. അടക്കല്ലേ കിളി കിളി. ഹലോ, തിരുവല്ലാക്ക് പോകുക വരുന്നോ? ഇല്ല. എടാ മോനരാ വാമനൻ. നാല് ചുറ്റും മാനസിക രോഗികളാണല്ലോ. ഈശ്വര, ഇതിൽ നിന്നും രോഗമില്ലാത്ത ബ്രഹ്മചാരി എങ്ങനെ കണ്ടുപിടിക്കുക? ആരോടാ ഒന്ന് ചോദിക്കുക? തിരുവല്ല. വീണ്ടും വന്ന് തിരുവല്ല. അയ്യോ, എന്താ? ആരാ മനസ്സിലായില്ല? ഞാനാ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതേ. ഓ, എന്താ ആവശ്യം? ഇവിടെ പൂജാരിമാരൊക്കെ എവിടെ ഇരിക്കണേ? എല്ലാവരും അകത്തുണ്ടല്ലോ. എന്തിനാ? ബ്രഹ്മചാരി പൂജാരി ഒന്ന് കാണണമായിരുന്നു. അതിനെന്താ, കാണാലോ, വരൂ. കുട്ടി ഇവിടുത്തെ ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. ഇവിടെ തലയ്ക്ക് സ്ഥിരമുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ. ഭാഗ്യം. അതുകൊണ്ട് എന്റെ തലയിലാ ഭാരം മുഴുവൻ. ആ തലയ്ക്ക് പുണ്യം കിട്ടും. അമ്പലത്തിന് പുറകോശായല്ലോ. അവിടെയാണോ ബ്രഹ്മചാരി ഇരിക്കണേ? ചേട്ടൻ എത്ര ബ്രഹ്മചാരിയെ വേണം? ഒരാള് മതി, പക്ഷെ മിടുമിടുക്കനായിരിക്കണം. എന്നാ ചേട്ടൻ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ഇരിക്കേട്ടാ. തറവാട്ടി പറഞ്ഞ കുട്ടി. ബ്രഹ്മചാരി വേണല്ലേ? ഒന്നിന് പോലെ 4 തരാം. 1 2 3 4. നീ അപ്പുറത്തേക്ക് പോ. കഴിഞ്ഞ ആഴ്ച ഒരാളുടെ തലയോട്ട് അടിച്ചു പൊട്ടിച്ചതാ. ദൈവാധീനം. നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ. എവിടുന്നാ? സൂര്യമംഗലം മനയെന്ന ഒരു ബ്രഹ്മചാരിയെ തേടി വന്നതാ. പൂജയ്ക്ക ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ട് വന്നാ. അയ്യോ, ഭാഗ്യത്തിന് ആ പാറട്ട കളവ് കണ്ടില്ല. കണ്ടിരുന്നേ കാക്കക്കുട്ടി കല്ലെടുത്തിട്ട് പോലെ കലവല ചെലച്ച് അത്രയും ചളമാക്കിയെന്നെ. ശങ്കര, ഞാൻ പാന്റ് ഷർട്ട് ഇട്ട് പോയപ്പോ രോഹിണി എന്നെ നോക്കി ചിരിച്ചു. ചിരിച്ചാ? സ്വാമി ഇപ്പൊ എന്തൊരു പറയണേ ശങ്കരന്റെ ബുദ്ധിയെ പറ്റി? അതിരിക്കട്ടെ, സ്വാമി അവളോട് വല്ലതും കേട്ടാ? എനിക്ക് പോവുപോയി. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. ഒരു പെണ്ണ് മോത്തോക്ക് ചിരിച്ചിട്ട് ഒന്നും മിണ്ടാവുന്നിരിക്കണേണ്ടില്ലേ? എന്തിനാ ചിരിച്ചേ? സുങ്ങളി എന്നൊക്കെ ചോദിക്കണ്ടേ സ്വാമി? ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സത്യം പറഞ്ഞ ഒരു പേടി. ഇത് തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാവണാണ്. പോ മാറിക്കൊള്ളു. പേടി മാറാൻ കുറച്ചുകൂടെ അടുത്തിടപഴകിയാ മതി. പക്ഷെ ഇങ്ങനെ പിറകെ ചാളുവെ ഒലിപ്പിച്ച് കിടന്ന് അവളെ കൊണ്ട് വായി നോക്കിയെന്ന് പറയിപ്പിക്കല്ലേ. അതിപ്പോ എന്താ ശങ്കര ഒരു വഴി? സ്വാമി വാലേറ്റ് റുപ്പിച്ചേരി. അപ്പോ ബാങ്കിലെ ജോലി? ബാങ്കിലെ ഓലി മണ്ണാ കേട്ട പുല്ല് കള. കക്ഷത്തിലുള്ള പോവാനും പാടില്ല, ഉത്തരത്തിലുള്ള ഇത് വലിയ പാട് തന്നെപ്പാ. ഒരു കാര്യം ചെയ്യാം, ബാങ്കിൽ നിന്ന് 1 മാസം ലീവ് എടുത്താലോ? അത് ബുദ്ധി. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. എന്ത് അപ്പൊ പിന്നെ ഞാൻ പോട്ടെ സ്വാമി? പോവാനാ സ്വാമി? എന്തെങ്കിലും ചില്ലറ എന്റെ ഇപ്പൊ ഒന്നും ഇല്ല ശങ്കര. ശമ്പളം വായിച്ചെല്ലാം തോയം പൂട്ടടിച്ച് തീർത്താ? ഇല്ല, പാട്ടിരെ കൊടുത്തു. കുഴിയിലോട്ട് കാലം നീട്ടിരിക്കണ ഈ കിളവി എന്തിനു ശമ്പളം വായിച്ച് ചാലയുടെ തുമ്പി കെട്ടി ഇടുന്നത്? എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. അയ്യോ ശങ്കര, ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ശങ്കര, ഇത് താത്തയുടെ കിണ്ടിയാ. ആരുടെ കിണ്ടിയായിരുന്നാലും പഴയ ഉരുപ്പടി വിൽക്കാം. വിറ്റോളൂ, പക്ഷെ പാട്ടി കാണാതെ കൊണ്ടുപോകണം. എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാണ്. സ്വാമിക്കൊരു 4 എണ്ണ ചെലവായി കൂടിയേ. എന്തിനാ?
ഇത്തിപ്പോ ഒരു എലി വിഷം വാങ്ങിച്ച് അതിന് കൊടു. കിളവിടെ കാറ്റ് പോവും. മനുഷ്യന് മനനിമ്മതിയോട് ഇവിടെ കയറി വരാമല്ലേ. ശങ്കരൻ പൊയ്ക്കോളൂ. ആ കാര്യം ചോദിക്കാനാടാ. അതെ, ചേട്ടൻ ചോദിച്ച ഒരു കാര്യം പറയൂ. ഓ, ഈ ബോംബെ പിശാസിന്റെ ഒരു കാര്യം. അതെ, നിന്റെ ഈ ഗായത്രി ചേച്ചി, പുള്ളിക്കാരുടെ കുളി ഞാൻ എവിടെ ചേച്ചി കുളിക്കാൻ പോണതിന് മുമ്പ് എന്റെ അടുത്ത് വന്ന് പറയണം. പറയാവോ? അങ്ങനെ പിടിക്കാൻ വരട്ടെ, അത് വിട്. നിന്റെ ചേച്ചി കുളിക്കാൻ പ്ലാൻ ഇടുമ്പോ നഹാനാ മേരക്കോ ബോൾനാ മുഴുവൻ പിടി. ഇത് കംപ്ലീറ്റ് കുളവാണെന്നാ തോന്നണേ. എടാ കള്ള ബടുവാ, ഇത് ആരോടും ചെന്ന് പറഞ്ഞേക്കല്ലേ. കിറ്റ്കാറ്റ് ഉണ്ട്, മിൽക്കി ബാർ ഉണ്ട്, ബാർബൺ ഉണ്ട്, ക്രഞ്ച് ഉണ്ട്, എല്ലാം അപ്പൂസിനുള്ളതാ. എടുക്കാൻ വരട്ടെ. മനുചേട്ടൻ എന്തൊക്കെയാ തിരക്കിയത്? ചേച്ചി എവിടെയാ കുളിക്കുന്നേന്ന്. എന്നിട്ടെന്ത് പറഞ്ഞു? പറയടാ. ചേച്ചി കുളിക്കാൻ പോകുമ്പോ വന്ന് പറയണോന്ന്. അതെന്തിനാ അപ്പൂസേ? ചേച്ചിയുടെ കുളിപ്പിങ്ങാണ്. നിന്റെ മനുചേട്ടൻ ആള് കൊള്ളാലോ. അപ്പൊ ശരി, കുളിച്ചു കളയാം. മനുവിന്റെ അടുത്താ കളി. ഇന്ന് അവളുടെ ഫീസ് ഊരിട്ട കാര്യമുള്ളൂ. മക്കള് കളിച്ചോട്ടോ. ചേച്ചി കുളിച്ചിട്ട് ഇപ്പൊ വരാം. ചേച്ചി കുളിച്ചിട്ട് ഇപ്പൊ വരാം. കുട്ടിക്ക് എന്താ നീ പറയുമ്പോ കുളിക്കാതിരിക്കാൻ ഞാൻ? അയ്യോ, അതല്ല ആന്റി പ്രശ്നം. ആന്റി കുളിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ, ഞാൻ കുളിച്ചിട്ട് വേണം കുട്ടികൾ കുളിക്കാൻ, കുട്ടികൾ എല്ലാവരും കുളിച്ചിട്ട് വേണം വല്യത്താൻ കുളിക്കാൻ, വല്യത്താൻ കുളിച്ചിട്ട് വേണം ആന്റി എനിക്ക് ഒന്നുകൂടെ കുളിക്കാൻ. പ്ലീസ് ആന്റി വേഗം കുളിക്കാൻ. എനിക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ കുളിക്കണം, അത്രയല്ലേ ഉള്ളൂ. വാ. ഈ കുട്ടിയുടെ ഒരു കാര്യം, അവളെ കൊണ്ട് ഞാൻ തോറ്റു. ദാ സോപ്പ്. അയ്യോ, മൈക്കിൾ ജാക്സൺ, ബൈ ബൈ. അയ്യോ ഏണി, പ്ലീസ്. എന്താ ആരവിടെ നിലവിളിച്ചത്? മാങ്ങ പറിക്കാൻ കയറിയതാ. പെണ്ണുങ്ങളുടെ കുളിമുറിയുടെ ഓടടക്കാണോ മാങ്ങ പറിക്കുന്നത്? മാങ്ങയുടെ സീസൺ അല്ലല്ലോ. എന്താ വേലിത്തിട്ട് ഞാനല്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ബാ. അവക്ക് വട്ടുണ്ടോന്നൊരു സംശയം. അനാവശ്യം പറയരുത്. എന്തായാലും അവക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു നന്നായി. എന്താ? എന്റെ ഭാര്യ മക്കൾ വഴിയാതെ. അല്ല, നീ ഇത് തീരുമാനിച്ചു? അവളുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തോ? അങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറഞ്ഞ ആരാ ഫിക്സ് ചെയ്യാത്തത്? എങ്കിൽ ഇന്ന് നിന്റെ വക ചെലവ്. ബാ. എങ്ങോട്ട്? എങ്ങോട്ടെന്നോ അറിയാത്ത പോലെ ബാറിലേക്ക്. 10 കാശ് കൈ കെട്ടി അപ്പൊ നിനക്ക് ചെലവാക്കണം. എടാ, ആദ്യം തീർക്കേണ്ടത് കടവാ. നമ്മളെ ഈ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ നല്ല മനുഷ്യന്റെ കടം. ശരിയാ, ഊട്ടിയിൽ കടം വെക്കണം മോശം. അത് കൊടും തണുപ്പത്ത് കൊടുത്താലും കുഴപ്പമില്ല. തണുപ്പത്ത് കടം വെച്ചാൽ അടുപ്പത്ത് അരി വെക്കില്ല എന്നൊരു ശാസ്ത്രമുണ്ടേ. പറഞ്ഞു നാക്കെടുത്തില്ല. നേടാ ആള് മുന്നിൽ. നമ്മൾ ഇനി കടം ചോദിക്കുന്നു കരുതി അങ്ങേര് ഓർണത്. നമ്മൾ അങ്ങനത്തെ പിച്ചക്കാരിലെന്ന് അയാൾ ഇന്ന് ബോധ്യപ്പെടുത്തണം. ഓക്കെടാ. ഇന്ന് നിങ്ങളുടെ ഇടപാട് തീർക്കാൻ പോവാ. കൊടുക്കടാ. ഇവിടെ കടം വാങ്ങിച്ച കാശ് തിരിച്ചു കൊടുക്കുന്നത് കുത്തിക്കൊല്ലുവെന്നാ പറയുന്നത്. ഓരോരോ നാട്ടിലും ഓരോരോ ആചാരങ്ങളെ. എന്നാലും അത് ശരിയല്ലല്ലോ. കൊടുക്കാല്ലേ? നിക്ക്, കത്തിക്കൊല്ലാനാ. ഹലോ, രക്ഷപ്പെട്ടു. नमस्ते। आंखें फाड़ फाड़ कर क्या देख रहे हो? हैं? तुम दोनों मामूली बदमाश नहीं हो, इंटरनेशनल क्वालिटी बदमाश हो। നമ്മൾ ഇന്റർനാഷണൽ കില്ലാടികളാണെന്ന് പറയണത്. അത് പിന്നെ ആദ്യം ഞങ്ങൾ ഊട്ടി, പിന്നെ കൊടൈക്കനാൽ, സമയം കിട്ടുകയാണെങ്കിൽ 3 വരെ അവരെ ഒന്ന് हाँ हाँ मैं सब समझता हूँ। वो लड़की किधर है? ആര്? मेयर की लड़की चांदनी।
അത് തന്നെ പറഞ്ഞ് അവളെ ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. अच्छा सौदा करने का इरादा है क्या? അല്ല അതിന് ഞങ്ങൾ അവളെ കണ്ടിട്ടില്ലല്ലോ. मैंने तुमको उसके साथ घूमते देखा है. वो लड़की वो तो तिलोत्तमा है. അത് തിലോത്തമയാകുന്നു. वो तिलोत्तमा नहीं है, मेयर की लड़की चांदनी है. ആ തിലോത്തമയാണ് ഈ ചന്ദ്രനെങ്കിൽ അവളെ കൈമാറാൻ ഞങ്ങൾ തയ്യാർ അല്ലടാ. അല്ല അതിന് നമ്മൾ കണ്ടില്ലല്ലോ. പിന്നെ കണ്ടല്ലോ. ഇല്ലല്ലോ. ഹോട്ടലിൽ വെച്ച് ഏത് 3000 രൂപ. ഏത് ഹോട്ടല്? 3000 രൂപ തരാന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അടികൊള്ളി കാണല്ലോ. തമാശ പറയല്ലോ. കള്ളത്തരം പറയലടാ. 3000 രൂപ തരത്തേ മതി. चलो गाड़ी में बैठो. ആദ്യം ജീവൻ പിന്നെ പ്രേമം. ബൊലാറോ चलने जल्दी. അച്ഛാ മുടങ്ങി ക്ഷമിക്കണേ. എന്താടാ അച്ഛൻ ഇവിടെ ഇങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ ഇരുന്നോ? മാളും ആനന്ദം കൂടി ഗുരുവായൂർക്ക് പോവുക. എന്തിനെ? പൂജയ്ക്കെന്ന് പറഞ്ഞ് പോയി ഗുരുവായൂർ റൂം എടുത്ത് തങ്ങാൻ അവരുടെ പ്ലാൻ. അവിടെ ആകുമ്പോ വേറെ പ്രശ്നമില്ലല്ലോ. അവരൊന്നാകാതെ നോക്കിയാ പോരെ. എങ്ങനെ? എടാ എന്റെ കയ്യിൽ കുറച്ച് നായ്ക്കരുടെ പൊടിയുണ്ട്. അതവരുടെ ദേഹത്ത് തൂയാലോ? ചൊറിയും. മുറി എടുത്താലും അവർ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. അത് മതി. പക്ഷെ എങ്ങനെ തൂക്കും? ക്ഷണക്രിയം ചാത്ത. ഒരു വഴി എനിക്ക് ചാത്തൻ കാണിച്ചു തരുന്നുണ്ട്. ചൊറിഞ്ഞ് അവന്റെ ശരീരത്തിൽ തോലിന്റെ ഒരു അംശമുണ്ടാകരുത്. ഞാനൊന്ന് നോക്കട്ടെ. പൗഡർ കുട്ടിക്കൂറ ഉറാ തൊട്ടി പൗഡർ സുന്ദരനായിട്ട് ഗുരുവായൂരപ്പ കാണാൻ പോവല്ലേ? ഗ്ലാമറാക്കി തരാടാ. കുടുംബത്തിൽ ഉള്ളവർ ഇട്ടിട്ട് മതികടാ ബാക്കിയുള്ളവന്മാര്. അത് മുഴുവൻ തീർക്കല്ലേ? കാണിക്കല്ല അച്ഛനും തരാം. അച്ഛനും മോനും കൂടി പൗഡർ എന്താ മോനെ? എന്റെ കയ്യിൽ നിന്ന് പൗഡർ തട്ടിയെടുത്ത് എനിക്ക് തരാ ഇട്ടോണ്ടിരിക്കുക. വാണിയംകുളം ചന്തയിലേ ഞാൻ വെട്ടാൻ വരുന്ന പോത്തിനെ ഒറ്റയ്ക്ക് പിടിച്ചിട്ട് ഞാൻ എന്റെ മോനിടണ്ട പൗഡർ നിങ്ങൾ രണ്ടുപേരിട്ട് കളിക്കേ. അങ്ങനെ ആയാലും പറ്റില്ലോ. ഇത് പിടി. ബാക്കി നീട്ടോ. ബാക്കിയില്ല. അടിക്കാനാണെങ്കിൽ ഒറ്റടിക്കപ്പം തികയില്ല. പക്ഷേ അമ്പിളി അറിയല്ലോ. അയാൾ ആളൊരു അമുക്ക് സൈസാ. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളൊന്നും അമ്പിളിയോട് പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും ഭയപ്പെടുത്താ പോണെന്നല്ല. ദേഹത്ത് ഏതോ ഒരു സൂത്രം കിടപ്പുണ്ട് പോലും. പ്രേതബാധയെന്ന് യേശുല്ല. എന്നാലും ഒന്ന് കാണണമല്ലോ. ഇരുട്ടടി അടിക്കാം. ആദ്യം പുകച്ചു പുറത്ത് ചാടിക്കാം. പിന്നെ മതി പെരുമാറ്റം. വാ ചാത്തിനേറ് തുടങ്ങാം. അലങ്കാളിയുടെ ഭൂതഗണങ്ങളാണ്. വീടൊഴിഞ്ഞു പൊക്കോ. നിന്റെ പെണ്ണിനെയും വളച്ചോണ്ട് ആ പാട്ടുകാരൻ വന്നേക്കണ്ട. ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വേഗം തീർക്കാൻ നോക്കണം. അല്ലാതെ കണ്ട തെണ്ടി കണ്ട വായിൽ നോക്കി നടക്കാനല്ല ഞാൻ നിനക്ക് ശമ്പളം തരുന്നത്. താൻ കുറെ നേരം എന്റെ പുറകെ നടക്കണോ? എവിടെയെങ്കിലും കൊണ്ട് വെക്കണോ? എവിടെ കൊണ്ട് വെക്കാനാ? എന്റെ നെഞ്ചത്തൊക്കെ അങ്ങോട്ട് വെക്ക്. ഇവന് എന്ത് പറ്റിയടാ? അവൻ ഈ പ്രേമനരിയ സ്ഥലക്കടിച്ചു കയറി പ്രാന്തായതാണ്. ഹലോ രാമൻകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മരിച്ചാളുടെ ബോഡി കുളിപ്പിച്ചോണ്ടിരിക്കുക. കുറച്ച് ഞാൻ പന്തലിലേക്ക് എടുത്തു. പിന്നെ വൈകിട്ട് 5 മണിക്ക് ദയിപ്പിക്കും. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിന്നോളാം. അല്ല എന്താ ഇത്ര ഗൗരവത്തില്? പിന്നെ മരിച്ച വീട്ടിലിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണോ? എന്റെ രാമൻകുട്ടി. തന്റെ രാമൻകുട്ടിയോ? ഞാൻ അച്ചുവന്റെ രാമൻകുട്ടിയാ. എന്നാ അച്ചുവേട്ടന്റെ രാമൻകുട്ടി. ഈ നിരാശാ കാമുവിന്റെ ഭാവം തനിക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ. രാമൻകുട്ടിക്ക് എന്നേക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളെ വേറെ കിട്ടും. ഈ വാശിക്കൊരു സുന്ദരി കൊച്ചിനെ തന്നെ പ്രേമിച്ച് കെട്ടണം. അതല്ലേ വേണ്ടത്? അതെ, ഇവൾക്കൊരു തിരിച്ചടി കൊടുക്കേണ്ട അത്യാവശ്യം. എക്സ്ക്യൂസ് മീ, എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വിടുന്നേ. എന്താ? എനിക്ക്
എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുള്ളത് ആ കുട്ടിയോടാ. താനോടക്ക് അല്ലെങ്കിൽ വേണ്ട. ചേട്ടാ, ചേട്ടന് വീട്ടിൽ പോണോന്ന് പറഞ്ഞില്ലേ? ഇയാള് വലിയ പാട്ടുകാരനാ, നന്നായിട്ട് രാമായണവും വായിക്കും. പറ്റിയ ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു. ഞാൻ പോയിട്ട് സന്ധ്യക്ക് വരാം. സന്ധിക്കൊന്നും വരണ്ട, ഇയാൾ എന്നെ വായിച്ചു തീർത്തോളൂ. അല്ല, പാന്റ് രാമായണം. പാന്റ് രാമായണോ? ഇത് അധ്യാത്മ രാമായണ. ആ കളസ് അഴിച്ചിട്ട് അല്ല ഷൂസ് അഴിച്ചിട്ട് ഇരുന്നോളൂ. ഇരുന്നോളൂ. മലയാള ഭാഷ ശരിക്കും അറിയാലോ. വായിച്ചോളൂ. പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പ്രേമമുണ്ടെന്നതെന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ജനിച്ചു ഒരു പാവന. ഹലോ, അവിടെ അപ്പച്ചൻ നമ്പൂതിരി എങ്ങോട്ടേ? കിണ്ടിയും വെള്ളമൊക്കെ ആയിട്ട് രണ്ടിന് പോവാ. എടാ, നമ്പൂതിരിമാരാവുമ്പോ കിണ്ടിയും പൂവൊക്കെ വേണ്ടേ? കിണ്ടിയും പൂവും ഇങ്ങനെ ബെസ്റ്റ്. ഇതൊക്കെ എവിടുന്ന് സംഘടിപ്പിച്ച്? അതൊക്കെ എന്റെ നടന വൈഭവം. നടിച്ച് ഇവിടെ തന്നെ സ്റ്റേജ് കെട്ടാനാ പരിപാടി? എടാ, ഇപ്പൊ സീസൺ മോശ, കളി കുറവാ. ഉത്സവകാലം വരുമ്പോ ഞാനവിടെ പോയിക്കോളാം. അതുവരെ ഒരു പണിയെടുക്കാണ്ട് ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചോളാം. അപ്പൊ ഇത്രയും കാലം ജീവിച്ചതോ? എന്റെ കിട്ടാൻ വേണ്ടി ഞാൻ പൊട്ടിക്കും. മാളവികയുടെ അച്ഛൻ വിളിക്കുന്നുണ്ട്. ഇനി അങ്ങയുടെ മുമ്പിൽ ചെന്ന് വളവളാന്ന് സംസാരിച്ച് കൊളവാക്കരുത്. എവിടെയാ അയാളെ കുത്തിയിരുത്തിയേക്കണേ? മുകളിലുണ്ട്. എന്ത് മറന്നല്ലോ. വൈകുന്നേരം ആകുമ്പോ ഒരു ചെത്തുകൾ വേണട്ടാ. അതെന്തിന്? നിന്റെ അമ്മയുടെ പൂജ നടത്താൻ. കേശവമാവ, അവളുടെ മാമ വിളിയിലെ ടോൺ ശ്രദ്ധിച്ചു. ഒരു ശൃംഗാരമുണ്ട്. അതിന് കാരണമുണ്ട്. അല്ലെങ്കിൽ തന്നെ നേരത്തെ അവൾക്ക് നിന്റെ മേലെ ഒരു കണ്ണുണ്ട്. ഇപ്പൊ അത് പൂർത്തിയായി. അതിന് ഞാൻ അവളുടെ അമ്മാവനല്ലേ? അത് കേരളത്തിൽ. തമിഴ്നാട്ടിൽ പെങ്ങടെ മകളെ കെട്ടാം. നമ്മൾ അവിടെ മുറച്ചെറുക്കൻ എന്ന് പറയും പോലെ ഇവിടെ മുറൈ മാമൻ. നീ അവളുടെ മുറൈ മാമനാണ്. പാർവതിയുടെ മനസ്സിൽ നീ അവളുടെ പുരുഷനാണ്. പുരുഷനാ? ഞാനിപ്പോ വരാം. എവിടെ പോണു? മതിലിയാടിയല്ല അവളുടെ മുറിയിലെത്താൻ. ആരുടെ? മല്ലികയുടെ. ഇന്നലെ രാത്രി രക്ഷിച്ചത്. പോയൊരു നன்றി ചൊല്ലിട്ട് വരാം. തന്നെയുമല്ല, എനിക്ക് തമിഴൊന്ന് ഫ്ലൂവന്റ് ആക്കണം. പോയിട്ട്. പക്ഷെ നാട്ടിൽ ചെല്ലുമ്പോ ഞാൻ അമ്മായിയോട് പറഞ്ഞു കൊടുക്കും ഈ ഫ്ലൂവൻസിയുടെ നன்றிയുടെ ഒക്കെ കഥ. എന്നാ ചാടുന്നില്ല. തീർന്നല്ലോ. ചെറുക്കൻ അസൂയ.